ഏപ്രിൽസ് ഗുഡ് സ്റ്റോറീസിലേക്ക് ഏവർക്കും സ്വാഗതം. മെഴുവേലി ബാബുജി എഴുതിയ നോവൽ സ്വർണം. അധ്യായം 30. താഴെ റോഡിലേക്ക് വീണ് ഇപ്പോൾ ദേഹം ചിതറും. മുസൂരി കൃഷ്ണമൂർത്തിയും ശിവരാമണ്ണയും കണ്ണുകൾ ഇറുക്കിയടച്ചു. മണിക്കുട്ടൻ്റെ നെഞ്ചിടിപ്പേറി. കാളിച്ചരൻ പക്ഷേ സംയമനം കൈവിട്ടില്ല. മിന്നൽ വേഗത്തിൽ അവൻ 4 വീൽ ഗിയർ കൂടി വലിച്ചിട്ടു. പിന്നെ ആക്സിലേറ്ററിൽ കാൽ ആഞ്ഞമർത്തി. ക്ലച്ച് അയച്ച് ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്തു. കുറേയേറെ മണ്ണ് കൂടി ഇടിഞ്ഞുപോയി. പിൻ ടയറുകൾ പിന്നിലേക്ക് ഇടിച്ചു കയറി. മുൻവശം ഒന്ന് ഇളകിയമർന്നു. ബോണറ്റിൻ്റെ തകിട് ഉലയുന്ന ഒച്ച. 540 ഒരു JCB കണക്കെ പിന്നിലേക്ക് ചാടി. 10 അടിയോളം പിന്നിലേക്ക് നീക്കി കാളി അത് നിർത്തി. അല്പനേരത്തേക്ക് ആരും അനങ്ങിയില്ല. ഹോ, ഞാൻ ഭയന്നുപോയി. മണിക്കുട്ടിൻ്റെ ഒച്ച. ഈശ്വര! മുസൂരി കൃഷ്ണമൂർത്തിയും ശിവരാമണ്ണയും നെഞ്ചിൽ കൈവച്ചു. ജീവൻ തിരിച്ചു കിട്ടിയല്ലോ. കാളി മെല്ലെ ഇറങ്ങി മുന്നോട്ട് ചെന്നു. ജീപ്പിൻ്റെ മുൻചക്രങ്ങൾ ഇരുന്ന ഭാഗത്തെ മണ്ണ് 2 മീറ്ററോളം താഴ്ചയിൽ അടർന്നു പോയിരിക്കുന്നു. ഇപ്പോഴും കുറേശ്ശെ പോകുന്നു. ഏതാനും സെക്കൻഡുകൾ കൂടി വൈകിയിരുന്നെങ്കിൽ. ഓർത്തപ്പോൾ തന്നെ കാളിയുടെ തലയ്ക്കുള്ളിൽ ഒരു പെരുപ്പ് അനുഭവപ്പെട്ടു. മണിക്കുട്ടനും അങ്ങോട്ട് ഓടിയെത്തി. ആ കാഴ്ച കണ്ട് അവനും കിടുങ്ങി. എന്താ കാളി, ഈ മണ്ണിങ്ങനെ? അത് പാറ അരച്ചെടുത്ത് സ്വർണം വേർതിരിച്ച മണ്ണല്ലേടാ. വെറും പൊടി. നൂറ്റാണ്ടുകളായി കിടന്ന് ഇങ്ങനെ കട്ടിപിടിച്ചെന്ന് മാത്രം. ഒരു മഴ പെയ്താൽ ഇളകിയ ഭാഗം പെട്ടെന്ന് അടരാൻ തുടങ്ങും. കാളിച്ചരൻ ഫോണെടുത്ത് കനകസഭാവതിയെ വിളിച്ചു. എന്തായി അവിടെ? 1-ാം സ്റ്റേജിൽ നിന്ന് ചിലർ പുറത്തു വന്ന് വിവരം തന്നിട്ടുണ്ട്. പറയൂ. കാളിയുടെ ശബ്ദത്തിൽ ആകാംക്ഷ തിങ്ങി. ഒന്നും നമ്മൾ കരുതുന്നതുപോലെയല്ല കാളി. കൊന്നതാ തൊഴിലാളികളെ. കാളിച്ചരൻ പകച്ചു. അതെ. ഖനിക്കുള്ളിൽ വിലപിക്കുന്ന ഒരുവൻ്റേതുപോലെ കനകസഭാവതിയുടെ ശബ്ദം വന്നു. അവിടുത്തെ സ്വർണം എടുക്കാൻ വേണ്ടിയിട്ട് തടഞ്ഞവരെ മുഴുവൻ കൊന്നുകാണും. ഒരു നിമിഷത്തേക്ക് കാളിക്ക് മിണ്ടാനായില്ല. കാറ്റിൻ്റെ മൂളൽ പോലെ അപ്പുറത്തു നിന്ന ശബ്ദം വീണ്ടും കേട്ടു. കാര്യങ്ങൾ എല്ലായിടത്തും ഇങ്ങനെയാണെങ്കിൽ ആളുകൾ വയലൻ്റാവും. നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുമോ? നമ്മളെ തടഞ്ഞ പട്ടാളത്തെയും പോലീസിനെയും പോലും അവർ ആക്രമിക്കും. കാളിച്ചരൻ പിന്നെയും കിടുങ്ങി. കണക്കുകൂട്ടലുകൾ പിഴയ്ക്കുമോ? അവൻ പെട്ടെന്ന് കോൾ കട്ട് ചെയ്ത് SP മഹിപാൽ യാദവിൻ്റെ നമ്പറിൽ കുത്തി. ബാൽഘാട്ട് മൈൻ. ലാസറിനെ കല്ലുകൾ മൂടി ജീവനോടെ അടക്കം ചെയ്ത സ്ഥലം. അമ്മാവാസയും കണ്ണഫിരാമനും അടങ്ങുന്ന സംഘത്തിന് ശരവണൻ കാട്ടിക്കൊടുത്തു. ചങ്ക് തകർന്നുപോയി തൊഴിലാളികൾക്ക്. ഇവിടെ നടക്കുന്നത് എന്താണെന്നറിയാൻ വന്ന ലാസർ. ഇനി നമുക്കിവനെ പുറത്തെത്തിച്ച് SP മഹിപാൽ സാറിനെ ഏൽപ്പിക്കണം. കണ്ണഫിരാമൻ പറഞ്ഞു. അല്ലെങ്കിൽ ഇവനെയും ആരെങ്കിലും കൊല്ലാൻ വന്നാലോ? അത് മറ്റുള്ളവരും സമ്മതിച്ചു. തലകുനിച്ചു നിന്ന ശരവണൻ്റെ ഉള്ളിലും അപകടത്തിൻ്റെ ഒരു കുടുക്കമുണ്ടായി. അവർ പ്ലാറ്റ്ഫോമിൽ മടങ്ങിയെത്തി. കൈകൾ കൂട്ടിക്കെട്ടി ശരവണനെ കേജിൽ കയറ്റി. 4 പേർ ഒപ്പം കയറി. ബാക്കിയുള്ളവർ അവിടെ തന്നെ നിന്നു. കേജ് നീങ്ങി. അത് മുകളിൽ ചെന്നു നിന്നതും അമ്മാവാസെ ശരവണൻ്റെ ഷട്ടിൽ കുത്തിപ്പിടിച്ച് പുറത്തേക്ക് വലിച്ചു. ഇങ്ങോട്ടിറങ്ങടാ. അവിടെ കാവലുണ്ടായിരുന്ന തൊഴിലാളികൾ ചുറ്റും കൂടി. പെട്ടെന്ന് ശരവണൻ്റെ അലർച്ച. അത് പകുതിക്ക് മുറിഞ്ഞു. അയാളുടെ ഉടൽ ഒന്ന് വെട്ടിപ്പിടഞ്ഞു. അമ്മാവാസെ നടുക്കത്തോടെ ശരവണനെ നോക്കി. അയാളുടെ നെറ്റിയിൽ ഒരു ദ്വാരം. അരുവി പൊടിയും പോലെ അതുവഴി ചോര ഒഴുകി വരുന്നു. അയ്യോ! അമ്മാവാസയുടെ പിടിയയഞ്ഞു. വാഴത്തട പോലെ ശരവണൻ തറയിൽ വീണു. സകലരും കിടുങ്ങി 4 അടി പിന്നിലേക്ക് മാറി. ശരവണൻ പിന്നെ ചലിച്ചില്ല. അടുത്ത നിമിഷം അവർ ചുറ്റും ശ്രദ്ധിച്ചു. ഇരുളിൻ്റെ കുട കമിഴ്ന്നതുപോലെ തോന്നിക്കുന്ന പരിസര പ്രദേശങ്ങളിലെവിടെയും സംശയിക്കത്തക്കതായി ഒന്നും കണ്ടില്ല. സർവത്ര നിശബ്ദത. എന്നാൽ അതിനിടയിലൂടെ ചീറിയെത്തിയ ഒരു ബുള്ളറ്റാണ് ശരവണൻ്റെ ജീവൻ കവർന്നതെന്ന് കനകസഭാപതിക്ക് ഉറപ്പുണ്ടായിരുന്നു. ചുറ്റും ശ്രദ്ധിക്കണം. തോക്കേന്തിയ ഒരു കൊലയാളി ഉണ്ടോ എന്ന് അയാൾ ശബ്ദം താഴ്ത്തി മറ്റുള്ളവരോട് പറഞ്ഞു. ഏതാനും പേർ നിശബ്ദരായി ഇരുളിലേക്ക് മുങ്ങി. കനകസഭാപതി ഉടൻ കാളിച്ചരണിനെ ഫോണിൽ വിളിച്ച് വിവരം പറഞ്ഞു. ശരവണൻ ഏറ്റു പറഞ്ഞതെല്ലാം ചാനലുകൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ടല്ലോ? കാളി ചോദിച്ചു. ഉണ്ട്. എങ്കിൽ ചതിയനായ ശരവണൻ്റെ കാര്യത്തിൽ നിങ്ങൾ ഉത്കണ്ഠപ്പെടേണ്ട. മഹിപാൽ സാറിനോട് ഞാൻ വിവരം പറഞ്ഞോളാം. തൽക്കാലം അവൻ്റെ ബോഡി അവിടെ എങ്ങാനും ഇട്ടേര്. കനകസഭാപതിക്ക് അല്പം ആശ്വാസം തോന്നി. അയാളും സംഘവും വീണ്ടും ഖനിക്കുള്ളിലേക്ക് തന്നെ മടങ്ങി. കൃത്യം 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ 4 പോലീസ് വാഹനങ്ങൾ ഇരമ്പിയെത്തി. അവയിൽ SP മഹിപാൽ യാദവും സംഘവുമായിരുന്നു. അവർ ശരവണൻ്റെ ബോഡി ഏറ്റെടുത്തു. കോളാർ. കളക്ടറുടെ ബംഗ്ലാവ്. SP മഹിപാൽ യാദവ് അവിടെ എത്തുമ്പോൾ കളക്ടർ കാത്തിരിക്കുകയായിരുന്നു. ബംഗ്ലാവിൽ ഭൈരപ്പയും ഒരു പരിചാരകനും മാത്രമേയുള്ളൂ. പരിചാരകൻ ഇരുവർക്കും സുലൈമാനി കൊണ്ടുവച്ചു. അതെടുത്ത് ഒരിർക്ക് കുടിച്ചതിന് ശേഷമാണ് മഹിപാൽ യാദവ് സംസാരിച്ചത്. കാര്യങ്ങൾക്ക് നമ്മൾ ഉടനടി എന്തെങ്കിലും പരിഹാരം കണ്ടേ പറ്റൂ. ഇറ്റ്സ് എ ഡേഞ്ചറസ് സിറ്റുവേഷൻ.
ഞാൻ ഫോണിൽ പറഞ്ഞിരുന്നല്ലോ. ഓരോ ഖനിയിൽ നിന്നും ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. എർത്ത്ക്വേക്ക് മൂലമല്ല തൊഴിലാളികളുടെ മരണം, അവ കിരാത കൊലപാതകങ്ങളാണ്. ഭൈരപ്പ എഴുന്നേറ്റ് അസ്വസ്ഥനായി മുറിയിലൂടെ 2-3 ചാൽ നടന്നു. അറിയാമല്ലോ മഹിപാൽ, ഓരോ കാര്യവും നമ്മുടെ മനസ്സിനെ മുഷിപ്പിക്കുന്നതാണ്. 100 കോടിയും 4 വർഷം ശിക്ഷയും വിധിക്കപ്പെട്ടവർ പോലും കേസിൽ നിന്ന് ഊരിപ്പോകുന്ന കാലമാ. ഭൈരപ്പ ഒരു സിഗരറ്റ് കത്തിക്കാനുള്ള സമയമെടുത്തിട്ട് തുടർന്നു. ഞാൻ ചീഫ് സെക്രട്ടറിയുമായി ഫോണിൽ സംസാരിച്ചു. ഇന്ന് രാത്രി എൻ്റെ തീരുമാനമനുസരിച്ച് എന്തും ചെയ്യാനാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ചീഫ് മിനിസ്റ്റർ ഡൽഹിയിലാണ് പോലും. അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിന് കാത്തിരിക്കണ്ട എന്നാണ് എൻ്റെ തീരുമാനം. നമുക്ക് പ്രതികൂലമായാണ് അദ്ദേഹം നിലപാടെടുക്കുന്നതെങ്കിൽ കൂടുതൽ കുഴപ്പമാകില്ലേ? മഹിപാൽ യാദവും എഴുന്നേറ്റു. ഖനികളിൽ നിന്ന് പുറത്തുവരുന്ന തൊഴിലാളികൾ ആദ്യം പ്രതികരിക്കുന്നത് പോലീസിൻ്റെയും പട്ടാളത്തിൻ്റെയും നേർക്കാവും. അവരാണല്ലോ കഴിഞ്ഞ ദിവസങ്ങളിൽ ആരെയും അകത്തേക്ക് പോകാൻ സമ്മതിക്കാതിരുന്നത്. ഭൈരപ്പ തലയാട്ടി സമ്മതിച്ചു. മഹിപാൽ തുടർന്നു. മാത്രമല്ല, തൊഴിലാളി ചമഞ്ഞ് പ്രശ്നങ്ങളുണ്ടാക്കാൻ ഇവിടെയും ചിലർ ഉണ്ടാവുമല്ലോ. ഭൈരപ്പ അമർത്തിമൂളി. പിന്നെ തിരിഞ്ഞ് യാദവിനെ നോക്കി. അവൻ്റെ പേരെന്താ, ആ പുതിയ സംരക്ഷകൻ്റെ? കാളിചരൺ. മഹിപാൽ നെറ്റിച്ചുളിച്ചു. യെസ്, അവൻ വിചാരിച്ചാൽ തൊഴിലാളികളെ അടക്കി നിർത്താൻ കഴിയില്ലേ? ഒരു പരിധിവരെ. എങ്കിൽ മഹിപാൽ ഉടനെ അവനെ കാണണം, കാര്യങ്ങൾ വ്യക്തമാക്കണം. ഖനിക്ക് പുറത്തൊരു പ്രശ്നമുണ്ടായാൽ അതിൻ്റെ ദോഷം എല്ലാവർക്കും കൂടിയാണെന്ന് ബോധ്യപ്പെടുത്തണം. ശരി സാർ. SP പുറത്തേക്ക് നടന്നു. എന്നാൽ 2 പേരുടെയും ഉള്ളിൽ അപ്പോഴും ആശങ്ക തങ്ങി നിന്നിരുന്നു. 5 ലൈറ്റ്സ്. 1-2 വീട്ടിൽ മാത്രമേ ആളുണ്ടായിരുന്നുള്ളൂ. ബാക്കിയുള്ളവർ വൃദ്ധരും കുട്ടികളും ഉൾപ്പെടെ ഖനിയിലേക്ക് പോയിരിക്കുകയാണ്. ആളുകളുണ്ടായിരുന്ന ഒരു വീട് ലങ്കേഷിൻ്റേതാണ്. ഭർത്താവിനെക്കുറിച്ച് യാതൊരു വിവരവുമില്ലാതെ കൊച്ചുകുഞ്ഞുങ്ങളുമായി തളർന്നു കിടന്നിരുന്നതിനാൽ ബസന്തി വരേണ്ടെന്ന് അയൽക്കാരാണ് പറഞ്ഞത്. എങ്കിൽ നാഗരാജൻ്റെ മകൾ ആശയും ബസന്തിക്കൊപ്പം നിൽക്കട്ടെ. ഹൃദയശസ്ത്രക്രിയ നടത്തിയ കൊച്ചല്ലേ അത്? കനകസഭാപതി നിർദ്ദേശിച്ചിരുന്നു. ഇപ്പോൾ ആ വീട്ടിൽ ബസന്തിയും കുട്ടികളും ആശയും മാത്രം. അർദ്ധരാത്രി കഴിഞ്ഞെങ്കിലും അവർ ഉറങ്ങിയിരുന്നില്ല. ഈ നേരത്ത് നിരനിരയായുള്ള ചതുര വീടുകളുടെ അങ്ങേയറ്റത്ത് ഒരു കറുത്ത സുമോവാൻ വന്ന് ബ്രേക്കിട്ടു. അതിൽ നിന്ന് 4 പേർ ഇറങ്ങി. ഓരോ വീടിൻ്റെയും വാതിലിൽ തട്ടിയവർ അകത്ത് ആളുണ്ടോ എന്ന് പരിശോധിക്കാൻ തുടങ്ങി. അവസാനം ആ സംഘം ലങ്കേഷിൻ്റെ വീട്ടുമുറ്റത്തെത്തി. വാതിലിൽ ശക്തമായ തട്ട് കേട്ടപ്പോൾ ബസന്തിയും ആശയും വിറച്ചുപോയി. ചേച്ചി. ആശ ബസന്തിയുടെ കയ്യിൽ മുറുകെ പിടിച്ചു. ആരാ? ബസന്തിയുടെ ശബ്ദം വിറകൊണ്ടു. ഞങ്ങളാ. ലങ്കേഷിനെ കിട്ടി. പുറത്തുനിന്ന് ശബ്ദം കേട്ടു. എവിടെ? ആവേശത്തോടെ ചോദിച്ചുകൊണ്ട് ബസന്തി ചാടി എഴുന്നേറ്റു. ചേട്ടാ വിളിച്ചുകൊണ്ട് അവൾ വേഗം ലൈറ്റ് തെളിച്ചു. പിന്നെ വാതിൽ വലിച്ചു തുറന്നു. അടുത്ത നിമിഷം 4 പേർ അകത്തേക്ക് പാഞ്ഞു കയറി. ബസന്തിയുടെയും ആശയുടെയും വിലാപം തൊണ്ടയിൽ കുരുങ്ങി. കലിംഗറാവുവിൻ്റെ ഫാം ഹൗസ്. കുരുങ്ങേ. കലിംഗറാവുവിൻ്റെ അലർച്ചയിൽ തണുത്തിരണ്ട പ്രകൃതി പോലും വിറകൊണ്ടു. കുരങ്ങകൃഷ്ണയും അനുചരപ്പടയും തലകുനിച്ചു നിന്നു. കലിംഗറാവു കനത്ത ചൂടുകളോടെ മുന്നോട്ടു വന്ന് കുരങ്ങിൻ്റെ മുഖം പിടിച്ചുയർത്തി. എന്താടാ നിനക്ക്? ഉന്നം പിഴച്ചു തുടങ്ങിയോ? ഇല്ല സാബ്. എല്ലാത്തിനും ഞങ്ങൾ തീർക്കാൻ തുടങ്ങിയ നിമിഷത്തിലായിരുന്നു ആ പട്ടിയുടെ വരവ്. അയാൾ പതറിയ ശബ്ദത്തിൽ കാര്യം പറഞ്ഞു. പട്ടി? കലിംഗറാവുവിൻ്റെ കണ്ണുകളിടുങ്ങി. അത്തരമൊരു പട്ടി അവിടെ വന്നെങ്കിൽ തീർച്ചയായും മറ്റാരൊക്കെയോ എതിർചേരിയിലുണ്ട്, ഉറപ്പ്. കലിംഗറാവുവിൻ്റെ പല്ലുകൾ ഞെരിഞ്ഞു. കണ്ണുകളിൽ ചുവപ്പ് തിങ്ങി. ഒരിടത്തെ പരാജയം മറ്റൊരിടത്തെ വിജയമാക്കണം കുരങ്ങെ. പോ. നേരം പുലരും മുൻപ് കോളാറിൽ ശവങ്ങൾ കിടന്നുരുളണം. അതോടെ കളക്ടറും SP-യും ഒന്നുമല്ലാതാവണം. ശരവണനെ നമ്മൾ തീർത്തിട്ടുണ്ട്. അതുപോലെ പോലീസും ജനങ്ങളും തീരണം. അവർക്കിടയിലേക്ക് 1-2 ബുള്ളറ്റുകൾ പറത്തിയാൽ മതി. കുരങ്ങ് കൃഷ്ണയ്ക്ക് കാര്യം വ്യക്തമായി. പരാജയം മറന്ന് അയാൾ ചിരിച്ചു. അപ്പോൾ തന്നെ അനുചരപ്പടയെയും കൂട്ടി യാത്രയായി. സയനൈഡ് ഹിൽ. SP മഹിപാൽ യാദവിൻ്റെ ജീപ്പ് അതിനു മുകളിലെത്തി. സർ. കാളിചരണും മണിക്കുട്ടനും ഓടി വന്നു. കാളി. മഹിപാൽ ജീപ്പിൽ നിന്ന് ഇറങ്ങി. നീ വേഗം ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അയാൾ കാര്യം വിശദീകരിച്ചു. കാളിചരൺ ചിന്തയോടെ തലയാട്ടിക്കൊണ്ടിരുന്നു. അവസാനം SP തിരക്കി. എവിടെ? മുസൂരി കൃഷ്ണമൂർത്തിയും ശിവരാമണ്ണയും. ജീപ്പിലുണ്ട് സർ. അയാൾ അങ്ങോട്ട് ചെന്നു. SP-യെ കണ്ടപ്പോൾ മുസൂരി ആവേശത്തോടെ വിളിച്ചു പറഞ്ഞു. കണ്ടില്ലേ സാർ, ഈ ക്രിമിനലുകൾ ഞങ്ങളെ പൂർത്തിയാക്കാൻ സമ്മതിച്ചില്ല. മഹിപാൽ യാദവ്. ഷട്ടപ്പ്. ആരാ ക്രിമിനലെന്നും എന്തൊക്കെയാണവർ ചെയ്തതെന്നും നാളെ നേരം പുലരുമ്പോൾ അറിയാൻ പോകുകയാ. അതിനുശേഷം നിങ്ങളെയൊക്കെ കാണാൻ ഞാൻ വരും. ഇത്രയും കാലം ചെയ്തതിൻ്റെയും ചെയ്യിപ്പിച്ചതിൻ്റെയും കണക്കെടുക്കാൻ. മുസൂരി കൃഷ്ണമൂർത്തിയും ശിവരാമണ്ണയും അന്താളിച്ചുപോയി. അപ്പോൾ കാളിചരൺ
ഓരോ ഖനിക്ക് പുറത്തും കാവൽ നിൽക്കുന്ന തൻ്റെ ആളുകൾക്ക് സുപ്രധാനമായ ചില നിർദ്ദേശങ്ങൾ ഫോണിലൂടെ നൽകുകയായിരുന്നു. കാളിചരണിൻ്റെ നിർദ്ദേശം ലഭിച്ചയുടൻ ഖനികൾക്ക് പുറത്തുണ്ടായിരുന്ന പുരുഷന്മാർ കുറച്ചകലേക്ക് തങ്ങളുടെ വിസ്തൃതി വ്യാപിപ്പിച്ചു. പോലീസിനും പട്ടാളത്തിനും പുറത്തുനിന്നൊരു ആക്രമണം ഉണ്ടാകാത്ത വിധത്തിൽ ആ നീക്കം കണ്ട് പോലീസും പട്ടാളവും പുരുകം ചൊളിച്ചു. അടുത്ത നിമിഷം 5 ഖനികളുടെയും ഭാഗത്തെ ഇരുളിലേക്ക് കലിംഗറാവുവിൻ്റെ ആളുകൾ ലൈറ്റുകൾ ഓഫ് ചെയ്ത വാഹനങ്ങളിലെത്തി. ആരാടാ അത്? ചോദ്യത്തിനൊപ്പം ഇരുളിലൂടെ മെറ്റലുകൾ ചീറിവന്നു തുടങ്ങി. കുരങ്ങുകൃഷ്ണ ഞെട്ടിപ്പോയി. വണ്ടി തിരിച്ചുവിട്ടോ? അയാൾ ഡ്രൈവർക്ക് നിർദ്ദേശം നൽകി. ആളുകളുടെ ഇരുൾ രൂപങ്ങൾ അവിടേക്ക് ഇരച്ചു വരുന്നത് അയാൾ കണ്ടു. ഡ്രൈവർ വേഗം വണ്ടി റിവേഴ്സിലെടുത്തു. 5 ഖനികളുടെയും ഭാഗത്ത് ഇതുതന്നെയായിരുന്നു അവസ്ഥ. നേരം പുലരാറായി. ഖനിക്കുള്ളിൽ അന്വേഷണത്തിനിറങ്ങിയ തൊഴിലാളികൾ പുറത്തുവന്നു തുടങ്ങി. മാധ്യമപ്രവർത്തകരും. ഉറ്റവരുടെ ശവങ്ങൾ കണ്ട ജനം രോഷത്തിലായിരുന്നു. എല്ലാം തച്ചുടയ്ക്കാനുള്ള ആവേശം. പക്ഷേ SP മഹിപാൽ യാദവും സംഘവും അവിടെ ഉണ്ടായിരുന്നു. കുറച്ചകലെ കാളിചരണിൻ്റെ ജീപ്പ് വന്നു നിന്നു. മണിക്കുട്ടൻ മുസൂരി കൃഷ്ണമൂർത്തിയെയും ശിവരാമണ്ണയെയും അഴിച്ചുവിട്ടു. പൊയ്ക്കോ, നിങ്ങളെ കണ്ടാൽ കുരങ്ങിന് കഴിയാതെ പോയത് ജനം നിർവഹിക്കും, കാളി ഓർമ്മപ്പെടുത്തി. ഇരുവരും പരിഭ്രമത്തോടെ ഓടിപ്പോയി. കാളിചരൺ ജനങ്ങൾക്കരികിലെത്തി. SP-യോടൊപ്പം ചേർന്ന് അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി. നമുക്ക് നീതി കിട്ടണമെങ്കിൽ ക്ഷമയാണ് ആയുധമാക്കേണ്ടത്. ചാനലുകളിലൂടെ എല്ലാം പുറത്തറിയുന്ന നിമിഷം ചരിത്രം മാറ്റിയെഴുതപ്പെടും. അല്ലാതെ വികാരപ്രകടനം നടത്തിയാൽ ഈ ചെയ്തതിനൊന്നും പ്രയോജനമുണ്ടാവില്ല. എന്നാലും കാളി, അമാവാസയുടെ പല്ലുകൾ ഞെരിയുന്നത് അവൻ കേട്ടു. നമ്മളോടിങ്ങനെ ചെയ്തവന്മാരെ കൊത്തിനുറുക്കണ്ടേ? കാളിചരൺ അയാളുടെ തോളിൽ കൈവച്ചു. ഒക്കെ ശരിയാണ്, പക്ഷെ നമുക്കാദ്യം മരിച്ചവരുടെ ബോഡിയെങ്കിലും പുറത്തു കൊണ്ടുവരണ്ടേ? ഖനിക്കുള്ളിലെ കള്ളക്കളികളുടെ യഥാർത്ഥ വ്യക്തികളെ കണ്ടെത്തേണ്ടേ? വേണം. അമാവാസ സമ്മതിച്ചു. അതിനാണ് നമ്മളിപ്പോൾ ശ്രമിക്കേണ്ടത്. ശേഷം അവൻ ബാക്കി പറഞ്ഞില്ല. അമാവാസെ അല്പം അടങ്ങി. കാളി എല്ലാവരും കേൾക്കെ ഒരു മുന്നറിയിപ്പ് കൂടി നൽകി. സ്വന്തം തെറ്റുകൾ മറയ്ക്കാൻ മനഃപൂർവ്വം ചിലർ പ്രശ്നമുണ്ടാക്കാൻ ശ്രമിച്ചെന്നിരിക്കും. എന്നാലും നമ്മൾ സംയമനം കൈവിടരുത്. ജനം ആ വാക്കുകൾ ഉൾക്കൊണ്ടു. നേരം ശരിക്കു പുലർന്നതോടെ അവർ മടങ്ങിത്തുടങ്ങി. ഉറക്കച്ചടവും അന്വേഷണവും കാരണം മിക്കവരും തളർന്നിരുന്നു. കൊച്ചുകുട്ടികൾ മുതിർന്നവരുടെ കൈകളിൽ തൂങ്ങി വേച്ചു വേച്ചാണ് വീട്ടിൽ മടങ്ങിയെത്തിയത്. നാഗരാജൻ തിണ്ണയിലിരുന്നിട്ട് വനജയോട് പറഞ്ഞു, ഇത്തിരി കാപ്പിയിട്ടുകൊണ്ട് വാടി. വനജയ്ക്ക് പിന്നാലെ അപൂർവയും വിശ്വജാലയും അകത്തേക്ക് പോയി. കാളിചരണും മണിക്കുട്ടനും 540-ൽ മുറ്റത്തെത്തി. വനജ എല്ലാവർക്കും കാപ്പി കൊണ്ടുവന്നു. പിന്നെ തിരിഞ്ഞ് അകത്തേക്ക് നോക്കി വിളിച്ചു പറഞ്ഞു, എടി അപൂർവേ, പോയി ആശമോളെ വിളിച്ചോണ്ട് വാടി. ഓ. അവളിറങ്ങി ലങ്കേഷിൻ്റെ വീട്ടിലേക്ക് പോയി. കാളിയും മണിക്കുട്ടനും കാപ്പി ഗ്ലാസ് എടുത്തുകൊണ്ട് തിണ്ണയിലേക്കിരിക്കാൻ ഭാവിക്കുകയായിരുന്നു. അടുത്ത സെക്കൻഡ് ഏട്ടാ, അപൂർവയുടെ അലർച്ച കേട്ടു. കാളിയുടെ കയ്യിൽ നിന്ന് കാപ്പി ഗ്ലാസ് താഴെ വീണ് ചിതറി. അധ്യായം 31. അപൂർവേ, വിലപിച്ചുകൊണ്ട് കാളിചരൺ ശരവേഗത്തിൽ കുതിച്ചു. തൊട്ടു പിന്നാലെ മണിക്കുട്ടനും. നാഗരാജനും അപകടം മണത്തു കഴിഞ്ഞിരുന്നു. ഓടാനായി മുറ്റത്തേക്ക് ചാടിയ അയാൾ കാൽ വഴുതി തറയിൽ വീണു. അവിടെ നിന്ന് എഴുന്നേറ്റ് വീണ്ടും ഓടി. വീടിനുള്ളിൽ നിന്ന് വനജയും വിശ്വജാലയും വേഗം വരുന്നുണ്ടായിരുന്നു. കാളി ലങ്കേഷിൻ്റെ വീട്ടുമുറ്റത്ത് എത്തിയപ്പോഴേക്കും അപൂർവ പിന്നെയും വിലപിച്ചു. അയൽക്കാരും ആ ചതുര വീടിന് നേർക്ക് ഓടിയെടുക്കാൻ തുടങ്ങി. എന്താ അപൂർവേ, ആശമോൾ എവിടെ? കാളി കിതച്ചു. അകത്തേക്ക് കടക്കാൻ ഭയന്നിട്ടെന്നവണ്ണം വാതിൽക്കൽ നിൽക്കുകയായിരുന്ന അവൾ ഉള്ളിലേക്ക് കൈ ചൂണ്ടി. മുൻപോട്ടാഞ്ഞ കാളിചരൺ വാതിൽപ്പടികളിൽ പിടിച്ചുകൊണ്ട് അകത്തേക്ക് തല നീട്ടി. മോളെ, ആശേ. ഒരു നിലവിളി അവൻ്റെ തൊണ്ടയിൽ കുരുങ്ങി. ശിരസിൽ അടിയേറ്റതുപോലെ കണ്ണീരിൽ കൂരിരുൾ തിങ്ങി. മണിക്കുട്ടനും അങ്ങെത്തിയിരുന്നു. അവനും കണ്ടു ആ നടക്കുന്ന കാഴ്ച. പാഴ്വസ്തുക്കൾ പോലെ തറയിൽ ചിതറിക്കിടക്കുന്നു ആശമോളും ബസന്തിയും, അർദ്ധനഗ്നർ. അവർ ക്രൂരമായി പിച്ചിച്ചീന്തപ്പെട്ടതാണെന്ന് മണിക്കുട്ടന് മനസ്സിലായി. അവൻ ഭീതിയോടെ കാളിയെ നോക്കി. ചേതന നഷ്ടപ്പെട്ടതുപോലെ നിൽക്കുകയാണവൻ. കാളി. മണിക്കുട്ടൻ അവൻ്റെ തോളിൽ കൈവച്ചു. കാളി നടുങ്ങിയുണർന്നു. പിന്നെ അവൻ്റെ കൈ തട്ടിക്കളഞ്ഞിട്ട് അകത്തേക്ക് ഓടിക്കയറി. ഹൃദയഭേദകമായ വേറെയും കാഴ്ചയുണ്ടായിരുന്നു അവിടെ. ലങ്കേഷിൻ്റെ മക്കൾ ശിരസ് തകർന്ന് അവിടെ മരിച്ചു കിടന്നിരുന്നു. ഭിത്തിയിൽ നിന്ന് ഒഴുകിയിറങ്ങിയിരിക്കുന്ന ചോര കുട്ടികളെ ഭിത്തിയിൽ അടിച്ചു കൊല്ലുകയായിരുന്നെന്ന് വ്യക്തം. മണിക്കുട്ടനും തല കറങ്ങി. ഇങ്ങനെയൊരു ദൃശ്യം ജീവിതത്തിൽ ആദ്യമാണ്. മോളെ, ആശമോളെ. തറയിലിരുന്ന കാളിചരൺ അവളുടെ ശിരസ് ഉയർത്തി മടിയിൽ വെച്ചു. പിന്നെ കുലുക്കി വിളിച്ചു, കണ്ണു തുറക്കുമോളെ, ഏട്ടനല്ലേ വിളിക്കുന്നത്. പക്ഷേ അവൾ വിളി കേട്ടില്ല, കണ്ണു തുറന്നില്ല. കാളിചരണിന് ചുറ്റും പ്രപഞ്ചം വട്ടം കറങ്ങി. അവളുടെ ശരീരം ഐസ് പോലെ തണുത്തിരുന്നു.
മണിക്കുട്ട, ഇത് കണ്ടില്ലേടാ, ആശമോള്. കാളി പരിസരം മറന്നു. ആളുകൾ തിണ്ണയിൽ തിങ്ങിക്കൂടി. അവരെ തള്ളിമാറ്റിയ നാഗരാജൻ ഒരലർച്ചയോടെ തലചുറ്റി വീണു. കനകസഭാപതിയും മറ്റും ചേർന്ന് അയാളെ താങ്ങിയെടുത്ത് മാറ്റി. തിണ്ണയിലേക്ക് കയറാനഞ്ഞ വനജിയെയും വിശ്വജാലയെയും സ്ത്രീകൾ തടഞ്ഞു. നിങ്ങൾ അങ്ങോട്ട് പോകണ്ട, മാറി നിൽക്ക്, എനിക്കെൻ്റെ കുഞ്ഞിനെ കാണണം, അവൾക്കെന്താ പറ്റിയതെന്നറിയണം. വനജ തള്ളിക്കയറാൻ ശ്രമിച്ചു. പക്ഷേ ജനം അനുവദിച്ചില്ല. വിശ്വജാലയ്ക്ക് എല്ലാം മനസ്സിലായി കഴിഞ്ഞിരുന്നു. അവൾ ഭിത്തിയിലേക്ക് ചാരി കണ്ണുകൾ പൂട്ടി. അപൂർവ ഓടിച്ചെന്ന് അവളെ കെട്ടിപ്പിടിച്ചു. ചേച്ചി, നമ്മുടെ ആശമോള്. വിശ്വജാല അവളുടെ വായ് പൊത്തി. വേണ്ട, എനിക്ക് കേൾക്കാൻ വയ്യ. അവൾ അപൂർവയെ കെട്ടിപ്പിടിച്ച് തേങ്ങി. പുറത്ത് അനുനിമിഷം ആളുകൾ കൂടിക്കൊണ്ടിരുന്നു. ആശയെ കെട്ടിപ്പിടിച്ച് ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ പൊട്ടിക്കരയുകയാണ് കാളിച്ചരൺ. മണിക്കുട്ടനും അവൻ്റെ അരികിൽ വന്നിരുന്ന് ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. കാളി ഇങ്ങനെ കരയുന്നത് അവൻ ആദ്യമായി കാണുകയാണ്. അല്പനേരം കൂടി കഴിഞ്ഞു. കാളി, മണിക്കുട്ടൻ വിളിച്ചു. അവൻ കണ്ണുനീർ തൂവുന്ന മിഴികൾ ഉയർത്തി. കനകസഭാപതിയും അകത്തേക്ക് വന്നു. കാളി, വാ, ഇവിടെ ഇരിക്കണ്ട. അവൻ നിഷേധഭാവത്തിൽ തലവെട്ടിച്ചു. ആശയുടെയും വസന്തിയുടെയും മുഖത്തും കഴുത്തിലുമൊക്കെ നഖക്ഷതങ്ങളും ദന്തക്ഷതങ്ങളും ഏറ്റ പാടുകൾ കനകസഭാപതി കണ്ടു. അയാളുടെ കൺകോണുകളിലും 2 തുള്ളികൾ നിന്ന് വിറച്ചു. നമ്മൾ അവിടെ പോയപ്പോൾ എൻ്റെ ആശമോളും ഇവരും. മുത്തുമണികളായി കണ്ണുനീർ തുള്ളികൾ ആശയുടെ നിശ്ചല മുഖത്ത് വീണ് ചിതറിക്കൊണ്ടിരുന്നു. ആരൊക്കെ നിർബന്ധിച്ചിട്ടും അവിടെ നിന്ന് പുറത്തു കടക്കാൻ അവൻ കൂട്ടാക്കിയില്ല. അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ റോഡിൽ ഒരു പോലീസ് വാഹനം ബ്രേക്കിട്ടു. അതിൽ നിന്ന് SP മഹിപാൽ യാദവും SI ശിവയോഗിയും ഇറങ്ങി. കുറച്ച് പോലീസുകാരും. പുരുഷാരം ഇരുവശത്തേക്കും ഒഴിഞ്ഞു വഴി കൊടുത്തു. മഹിപാൽ യാദവ് മുറിയിലെത്തി. കിടുങ്ങുന്ന ആ കാഴ്ച നോക്കി ഒരു നിമിഷം നിന്നു. പിന്നെ തലയിൽ നിന്ന് തൊപ്പിയെടുത്തുകൊണ്ട് കാളിയുടെ സമീപം ഇരുന്നു. കാളി, സർ. അവൻ വിങ്ങിപ്പൊട്ടി. കണ്ടില്ലേ ഇതെല്ലാം? ഒന്നും അറിയാത്ത പിഞ്ചു കുഞ്ഞുങ്ങളെപ്പോലും. കാളി, റിലാക്സ്. അയാൾ അവൻ്റെ കയ്യിൽ പിടിമുറുക്കി. ഇത് ചെയ്തവരെ ഞാൻ വെറുതെ വിടില്ല, എന്നെ വിശ്വസിക്ക്. കാളിചരണിൻ്റെ മുഖഭാവം മാറിയത് പെട്ടെന്നാണ്. കണ്ണീരിനിടയിലും തീക്കനലിൻ്റെ തിളക്കം മഹിപാൽ കണ്ടു. ഒരു നിയമത്തിനും വിട്ടുതരില്ല സാർ. ഇത് ചെയ്തവന്മാരെ ഞാൻ കൊന്നു തന്നെ കണക്ക് തീർക്കും. പക്ഷേ അപ്പോൾ എനിക്കും അവർക്കുമിടയിൽ സാർ ഉണ്ടാവരുത്, ഒരു തടസ്സമായിട്ട്. അവൻ്റെ പല്ലുകൾക്കിടയിൽ വാക്കുകൾ ചതഞ്ഞറിഞ്ഞു. ഓക്കെ, എന്തിനും ഞാൻ കാളിയുടെ ഒപ്പമുണ്ടാവും, പോരെ? അവനൊന്ന് തലയാട്ടി. മഹിപാൽ നിർദ്ദേശിച്ചു. ഇപ്പോൾ നീ ഇവിടെ നിന്നൊന്ന് മാറണം. പോലീസിന് ഡ്യൂട്ടി ചെയ്യേണ്ടതുണ്ട്. ഇത്തിരി ബലമായി തന്നെ. മഹിപാൽ യാദവ് കാളിചരണിനെ പിടിച്ചുയർത്തി. പിന്നെ മണിക്കുട്ടനെ നോക്കി കണ്ണുകൊണ്ട് ഒരാംഗ്യം കാട്ടി. മണിക്കുട്ടൻ കാളിയെ ചേർത്ത് പിടിച്ച് പുറത്തേക്ക് പോയി. തൊട്ടടുത്ത വീടിൻ്റെ തിണ്ണയിൽ സ്ത്രീകൾക്ക് നടുവിലായി വനജയും അപൂർവയും വിശ്വജാലയും ഉണ്ടായിരുന്നു, അലമുറയിട്ടുകൊണ്ട്. കാളിയെ കണ്ടപ്പോൾ അവരുടെ വിലാപത്തിന് ശക്തിയേറി. നാഗരാജൻ മാത്രം എല്ലാം നഷ്ടപ്പെട്ടവനെ പോലെ തല കുമ്പിട്ട് ഒരു മൂലയിലിരുന്നു. ആരോടും മിണ്ടുന്നില്ല, കരയുന്നില്ല. കേരളം, ചിറ്റാർ. തിമ്മക്കയുടെ PA കട്ടാരിപ്പാണ്ടിനും സംഘവും പോലീസ് ലോക്കപ്പിലുണ്ടായിരുന്നു. വൈകിട്ട് പത്തനംതിട്ട SP വന്ന് പ്രതികളെ കണ്ടതിനു ശേഷം CI മധുചന്ദ്രൻ്റെയും SI ജോർജ് ജേക്കബിൻ്റെയും നേതൃത്വത്തിൽ അവരെ വീണ്ടും ചോദ്യം ചെയ്തെങ്കിലും നേരത്തെ പറഞ്ഞതിൽ കൂടുതലൊന്നും പറയാൻ അവർ തയ്യാറായില്ല. രാവിലെ സെല്ലിൻ്റെ വാതിലിൽ അടിക്കുന്ന ശബ്ദം കേട്ട് ASI സാവന്ത് അങ്ങോട്ട് ചെന്നു. കട്ടാരിപ്പാണ്ഡ്യൻ അവിടെ നിൽപ്പുണ്ടായിരുന്നു. എന്താടാ? സാവന്തിന് അയാളുടെ നിൽപ്പ് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. രാവിലത്തെ കർമ്മങ്ങൾക്ക് മുൻപ് ഒരു ടീ കുടിക്കുന്ന ശീലം ഞങ്ങൾക്കുണ്ട്, അതിവിടെ കിട്ടുമോ? സാവന്തിൻ്റെ മുഖമിരുണ്ടു. ടീ മാത്രമല്ലടാ, നിനക്കൊക്കെ ചൂട് പത്തിരിയും മട്ടൻ കുറുമയും ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് പോരെന്നുണ്ടെങ്കിൽ പറ, സാറിന് എന്തു വേണമെന്ന്. കട്ടാരിപ്പാണ്ഡ്യൻ പുച്ഛഭാവത്തിൽ ചിരിച്ചു. സാറേ, പോലീസുകാരെയും ലോക്കപ്പുമൊക്കെ കുറേയേറെ കണ്ടിട്ടുള്ളവരാ ഞങ്ങളുടെ ശരീരം നോവിക്കാനുള്ള കരുത്തുണ്ടോ കേരള പോലീസിന്? അയാളുടെ കടപ്പല്ലുകൾ ഞെരിഞ്ഞു. ഉണ്ടോ ഇല്ലയോ എന്ന് കുറച്ചു നേരം കൂടി കഴിയുമ്പോൾ മനസ്സിലാക്കിക്കോളും. CI സാറ് ഇങ്ങോട്ടൊന്ന് വന്നോട്ടെ. നീ ഇന്നലെ ഏതോ ഒരമ്മയുടെ പേര് പറഞ്ഞല്ലോ, തിമ്മക്കയോ? അവരൊന്നും നോക്കിയാൽ രക്ഷയില്ല മോനെ. ബോംബ് ബ്ലാസ്റ്റിങ്ങിനും കയ്യിൽ വെച്ച ആയുധങ്ങൾക്കും മറുപടി പറയാതെ നിന്നെയൊന്നും ഞങ്ങൾ കോടതിയുടെ പടി കാണിക്കത്തുമില്ല. അസഹ്യതയോടെ കട്ടാരിപ്പാണ്ഡ്യൻ സെല്ലിൻ്റെ ഉരുക്ക് കമ്പിയിൽ കൈ ചുരുട്ടിയിടിച്ചു. ഞങ്ങളല്ല വാഹനത്തിൽ ബോംബ് വെച്ചതെന്ന് പറഞ്ഞില്ലേ? പറഞ്ഞാൽ മാത്രം പോരല്ലോ, അതിനു പറ്റിയ തെളിവുകൾ വേണ്ടേ? സാവന്ത് ചിരിച്ചു. എന്താ സാവന്തേ അവിടെ? SI ജോർജ് ജേക്കബ് പുറത്തുനിന്ന് കയറി വന്നു. സാറേ, യുവന്മാർക്ക് കോംപ്ലാൻ വേണമെന്ന്. സാവന്ത് പരിഹസിച്ചു.
അയ്യോ കൊടുക്കല്ലേ, വേഗത്തിൽ വളർന്നു പോകും. ജോർജ് ജേക്കബും സാവന്തം ചിരിച്ചു. സാറ് ഞങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിയ ഫോണൊന്ന് തരുമോ? കട്ടാരിപ്പാണ്ടൻ അസ്വസ്ഥനായി. ആരെ വിളിക്കാനാടാ? നിന്റെയൊക്കെ കെട്ടിയോളുമാരെയോ അതോ തിമ്മക്കയെയോ? സാറേ, അവസാനം നിങ്ങൾക്ക് ദുഃഖിക്കേണ്ടി വരും. അയാൾ ഭീഷണിപ്പെടുത്തി. ഞങ്ങളെ ചുമ്മാതങ്ങ് വിടേണ്ടിയും വരുമേ. ഒരു കാര്യം പറഞ്ഞില്ല, ഞങ്ങളുടെ തൊപ്പി തെറിപ്പിക്കുമെന്ന് ജോർജ് ജേക്കബ് പരിഹാസത്തോടെ ഓർമ്മിപ്പിച്ചു. അത് ഞാൻ പറയില്ല. കാരണം ഞങ്ങൾ തെറിപ്പിച്ചാൽ അത് തൊപ്പിയായിരിക്കില്ല, തലയായിരിക്കും. അരിശത്തോടെ കട്ടാരിപ്പാണ്ടൻ തിരിഞ്ഞു. കോളാർ, രാവിലെ മുതൽ എല്ലാ TV ചാനലുകളിലും ഖനിക്കുള്ളിലെ ക്രൂരതകളെക്കുറിച്ച് വാർത്ത വരുമെന്ന് കരുതിയവർക്ക് തെറ്റി. 2 ചാനലുകളിൽ മാത്രമാണ് വാർത്ത വന്നത്. വമ്പൻ ചാനലുകളെയൊക്കെ ആരോ സ്വാധീനിച്ചിരുന്നു. പക്ഷേ കോളാർ ജില്ല മുഴുവൻ ഇളകാൻ പുറത്തുവന്ന വാർത്തകൾ തന്നെ ധാരാളമായിരുന്നു. അടിയന്തരമായി മുഖ്യമന്ത്രി ഡൽഹിയിൽ നിന്ന് തിരിച്ചെത്തി. ക്യാബിനറ്റ് വിളിച്ചു ചേർത്തു. പ്രധാനമന്ത്രിയുമായി ടെലിഫോണിൽ സംസാരിച്ചു. അതനുസരിച്ച് കോളാറിൽ പട്ടാളത്തിന്റെ 4 ബറ്റാലിയൻ കൂടിയെത്തി. ജനങ്ങൾ അപ്പോഴേക്കും രാഷ്ട്രീയ ഭേദമില്ലാതെ തെരുവിലിറങ്ങിക്കഴിഞ്ഞിരുന്നു. ഖനികളുടെ ഭാഗത്തേക്ക് പോകാൻ പട്ടാളക്കാർ സമ്മതിച്ചില്ല. അവർ റോഡ് ബ്ലോക്ക് ചെയ്തു. ജനം ഓഫീസേഴ്സ് ക്വാർട്ടേഴ്സുകളുടെയും ബില്ലിയേർഡ്സ് ക്ലബിന്റെയും മറ്റും ജനാലച്ചില്ലുകൾ എറിഞ്ഞു തകർത്തു. അവിടെ പാഞ്ഞെത്തിയ പോലീസ് അവരെ തുരത്തി. ഖനിക്കുള്ളിൽ മരിച്ചവരുടെ മൃതദേഹങ്ങൾ എത്രയും വേഗം പുറത്തെടുക്കാൻ കേന്ദ്ര സർക്കാർ ഉത്തരവിട്ടു. കലക്ടർ ഭൈരപ്പ കാര്യങ്ങൾക്ക് നേതൃത്വം നൽകി മുന്നിലുണ്ടായിരുന്നു. SP ഓഫീസ്, കോളാർ. DYSP ശേഷണ്ണയെയും CI ഗുണ്ടപ്പയെയും SP മഹിപാൽ യാദവ് വിളിച്ചു വരുത്തി. നിങ്ങളെ ഞാൻ ഇന്നലെയൊരു ഡ്യൂട്ടി ഏൽപ്പിച്ചിരുന്നു. 2 ക്രിമിനലുകളെ കസ്റ്റഡിയിലെടുക്കാൻ. അത് ചെയ്തോ? ഇരുവരും മിണ്ടിയില്ല. മഹിപാലിന്റെ ഒച്ച കുറച്ചുകൂടി ഉയർന്നു. ആൻസർ മീ, നിങ്ങളവരെ അറസ്റ്റ് ചെയ്തോന്ന്? സർ, അത് പിന്നെ. ശേഷണ്ണ പരിങ്ങി. തിമ്മക്കയുടെയും രുദ്രേഷ് ഗൗഡയുടെയും പേര് കേൾക്കുമ്പോൾ നിങ്ങളുടെ പാൻസിനുള്ളിൽ മൂത്രം പോകുമെന്ന് എനിക്കറിയാൻ കഴിയാഞ്ഞിട്ടില്ല. ഇന്ന് 4 പേരാ കോളാറിൽ കൊല ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതിന് പിന്നിലും അവരുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് മഹിപാൽ യാദവ് എഴുന്നേറ്റു. കം വിത്ത് മീ. അയാൾ തൊപ്പിയെടുത്ത് തലയിൽ വെച്ചു. റിവോൾവർ ഫുൾ ലോഡാണെന്ന് ഉറപ്പാക്കി. പിന്നെ ഏറ്റവും പുതിയ 2 ഹാൻഡ്കഫ് എടുത്ത് അവർക്ക് നേരെ എറിഞ്ഞുകൊടുത്തു. ഗുണ്ടകൾക്കും കൊലയാളികൾക്കും ദാസ്യവേല ചെയ്യുന്ന തൻ്റെയൊക്കെ സേവനം സർക്കാരിനും ജനങ്ങൾക്കും വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന ദിവസമായിന്ന്. കൊടുങ്കാറ്റായി മഹിപാൽ യാദവ് പുറത്തേക്ക് പാഞ്ഞു. വിലങ്ങുകളും കയ്യിൽ പിടിച്ച് തറഞ്ഞതുപോലെ നിൽക്കുകയാണ് ശേഷണ്ണയും ഗുണ്ടപ്പയും. വാതിൽക്കലെത്തിയിട്ട് മഹിപാൽ തിരിഞ്ഞു നോക്കി. വരാൻ. യാന്ത്രികമായി ഇരുവരും പുറത്തേക്ക് ചൂടുകൾ വെച്ചു. ഉദണ്ഡന്റെ ചികിത്സാ കേന്ദ്രം. രാവിലെ കുഴമ്പ് പുരട്ടി ചൂടുവെള്ളത്തിൽ കുളി കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാനിരുന്നതാണ് രുദ്രേഷ് ഗൗഡ. പാലപ്പവും വെജിറ്റബിൾ കറിയും ചെമ്മരിയാടിന്റെ പാലുമാണ് വിഭവങ്ങൾ. അനുചരർ ചുറ്റും നിന്ന് അയാൾ കഴിക്കുന്നത് നോക്കുന്നു. ഒരു കഷ്ണം അപ്പം മുറിച്ച് കറിയിൽ മുക്കി വായിലേക്ക് വയ്ക്കുന്നതിനിടയിൽ ഗൗഡ ഉദണ്ഡനെ നോക്കി. നാളെ എനിക്ക് പോകാമല്ലോ അല്ലേ? പോകാം സാബ്, അയാൾ ഭവ്യതയോടെ പറഞ്ഞു. രുദ്രേഷ് ഗൗഡയുടെ ശരീരവേദനയൊക്കെ മാറിയിരുന്നു. അരയിൽ ചുറ്റിയ മുണ്ട് മാത്രമാണ് വേഷം. മാംസപേശികളിലെ ചതവിന്റെ നേർത്ത പാടുകൾ കാണാം. എരിവുള്ള കറി പക്ഷേ വായിലെത്തിയപ്പോൾ വല്ലാത്ത നീറ്റൽ. പല്ലുകൾ പോയതും ഇളകിയതും കാരണം ശരിക്ക് ചവയ്ക്കാനും പറ്റുന്നില്ല. പക്ഷേ ആ ഭാവമൊന്നും ഗൗഡ പുറത്തു കാട്ടിയില്ല. അടുത്ത നിമിഷം പോലീസ് വാഹനങ്ങളുടെ മൂളൽ കേട്ടു. ഗൗഡയുടെ കണ്ണുകൾ വല്ലാതെ വെട്ടിയിടുങ്ങി. അയാൾ അനുചരർക്ക് നേരെ മുഖമിളക്കി ഒരടയാളം കൊടുത്തു. അവർ പുറത്തേക്ക് കുതിച്ചു. അപ്പോഴേക്കും 4 ജീപ്പുകളും ഒരു വാനും അടങ്ങുന്ന പോലീസിന്റെ വാഹനവ്യൂഹം പർണശാലയ്ക്ക് മുന്നിലേക്ക് ഇരച്ചു കയറി കഴിഞ്ഞിരുന്നു. ഒരേ നിരയിൽ അവ ബ്രേക്കിട്ടു. SP മഹിപാൽ യാദവിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സേന പർണശാല വളഞ്ഞു. ഞൊടിയിടയിൽ ഗുണ്ടകൾ ഒരു തടസ്സമായി വാതിൽക്കൽ നിലയുറപ്പിച്ചു. കനത്ത ചൂടുകളോടെ മഹിപാൽ യാദവ് വാതിൽക്കലേക്ക് നീങ്ങി. എന്തു വേണം സാറിന്? ഗുണ്ടകളിൽ ഒരാൾ തിരക്കി. നിന്റെ പെങ്ങളെ എനിക്ക് കല്യാണം കഴിക്കണം. എന്താ, സമ്മതമാണോ? വഴി മാറടാ. പക്ഷെ ഗുണ്ടകൾ മാറിയില്ല. SP-യുടെ പിന്നിലേക്ക് പോലീസ് പട ഇരച്ചു കയറി വന്നു. നീയൊക്കെ എന്താടാ, വാച്ച് ആൻഡ് വാർഡുമാരോ? മഹിപാൽ ഗുണ്ടകളെ നോക്കി പുച്ഛിച്ചു. ഞാൻ സ്പീക്കറുടെ കസേര എടുത്തു കളയാൻ വന്നതല്ല. എന്നാൽ ഇതിനുള്ളിലുള്ള ഒരു കൊടും കുറ്റവാളിയെ എനിക്ക് വേണം താനും. അയാളുടെ കൈപ്പത്തി റിവോൾവറിന് മേലെ ഒന്നമർന്നു. നടക്കത്തില്ല സാറേ. അവന് നടക്കാൻ ബുദ്ധിമുട്ടാണെന്ന് എനിക്കറിയാം. അത്രയ്ക്ക് കിട്ടിയിട്ടുണ്ടല്ലോ. അതിന് സർക്കാർ ചെലവിൽ വണ്ടി കൊണ്ടുവന്നത്. ഒരുത്തൻ ഷർട്ടിന്റെ പിൻകോളറിനടിയിലേക്ക് കൈ കടത്തി ആയുധത്തിൽ തൊടുന്നത് അയാൾ ശ്രദ്ധിച്ചു. ഞൊടിയിടയിൽ മഹിപാൽ യാദവ് ഒരു ഗുണ്ടയെ വലിച്ച് പോലീസുകാർക്കിടയിലേക്ക് എറിഞ്ഞു.
പിന്നെ ഇടംവലം നിന്നവർക്ക് കൈപ്പത്തിയുടെ അകവും പുറവും കൊണ്ട് ഓരോന്ന് പൊട്ടിച്ചു. അവർ ചിതറിമാറി. മഹിപാൽ പർണശാലയ്ക്കുള്ളിൽ കടന്നു. അടുത്തുവരുന്ന കാലൊച്ച കേട്ട് രുദ്രേഷ് ഗൗഡ തലയുയർത്തി നോക്കിയത് അയാളുടെ മുഖത്തേക്കാണ്. വായിലേക്ക് വെച്ച അപ്പക്കഷ്ണം ഊർന്ന് പാത്രത്തിലേക്ക് വീണു. ആഹാ, തമ്പുരാൻ അമൃതേത്ത് കഴിക്കുകയായിരുന്നോ? മഹിപാലിന്റെ കാലുയർന്നു. ഭക്ഷണപാത്രവും ആട്ടിൻപാൽ നിറച്ച ഗ്ലാസും ചിതറിപ്പറന്നു. ഒറ്റക്കുതിപ്പിൽ അയാൾ ഗൗഡയുടെ മുണ്ടിന്റെ കുത്തിൽ പിടിച്ച് മേലേക്ക് ഉയർത്തി. പിന്നെ ഇടം കൈകൊണ്ട് മുണ്ടിന്റെ ഒരറ്റം പൊക്കിയെടുത്തു. കൈ തുടച്ചോ? ഉദണ്ഡനും ശിഷ്യന്മാരും കിടുങ്ങിപ്പോയി. ഏയ് ഓഫീസർ, എന്താ ഇത്? എന്റെ പേഷ്യൻ്റാണ് ഇദ്ദേഹം. ഉദണ്ഡൻ ഇടയ്ക്ക് കയറി. മഹിപാൽ രൂക്ഷമായി അയാളെ നോക്കി. പേഷ്യൻ്റോ? തൻ്റെ ഈ തിരുമുശാലയ്ക്ക് ലൈസൻസ് ഉണ്ടോയെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഇല്ലെങ്കിൽ താനും അകത്താ. ഇവൻ്റെ കൂടെ ഈ കുടച്ചക്രമൊക്കെ ഞാൻ തീയിട്ട് നശിപ്പിക്കുകയും ചെയ്യും. വൈദ്യൻ പതറിപ്പോയി. അയാൾ പിന്നോട്ട് മാറി. എന്നെ വിടടാ. രുദ്രേഷ് അലറിക്കൊണ്ട് കുതറി. മഹിപാൽ കൈവീശി ആ കർണത്തൊന്ന് പൊട്ടിച്ചു. അയാൾ നിലവിളിച്ചു പോയി. പല്ലുകൾ വീണ്ടും ഇളകി ചോര പനച്ചു. മര്യാദയ്ക്ക് നിന്നോണം. നിന്നെ ജീവനോടെ കൊണ്ടുപോയി ലോക്കപ്പിലിട്ട് ബിരിയാണി വാങ്ങിത്തരണമെന്ന് എനിക്ക് യാതൊരു നിർബന്ധവുമില്ല. രുദ്രേഷ് ഗൗഡ ശരിക്കും ഭയന്നു. ഇവൻ പക വീട്ടുകയാണ്. ശേഷണ്ണ, മഹിപാൽ ശബ്ദമുയർത്തി. ഡിവൈഎസ്പി പരുങ്ങലോടെ പോലീസുകാർക്കിടയിലൂടെ വന്നു. സർ, അറസ്റ്റ് ചെയ്യും സർ. അയാൾ ദയനീയമായി നോക്കി മഹിപാലിനെയും രുദ്രേഷ് ഗൗഡയെയും. ഗൗഡയുടെ കത്തുന്ന കണ്ണുകൾക്ക് മുന്നിൽ അയാളുടെ ഉടൽ വിറച്ചു. വയ്ക്കട വിലങ്ങ. മഹിപാൽ ഗർജിച്ചുകൊണ്ട് ഗൗഡയെ അയാൾക്ക് നേരെ തള്ളി. പക്ഷേ ശേഷണ്ണയുടെ കയ്യിലിരുന്ന് വിലങ്ങ് വിറച്ചു തുള്ളി. അധ്യായം 32. ഇല്ല സാറേ, എന്നെ വിലങ്ങു വയ്ക്കാൻ ചങ്കുറപ്പുള്ള ഒരു പോലീസുകാരനും ഈ നിമിഷം വരെ കോളാറിൽ പിറന്നിട്ടില്ല. ഇനി പിറക്കുകയുമില്ല. രുദ്രേഷ് ഗൗഡ പരിഹസിച്ചുകൊണ്ട് ശേഷണ്ണയുടെ ദയനീയമായി നിൽപ്പ് നോക്കി മഹിപാൽ യാദവിനോട് പറഞ്ഞു. എന്റെ ദേഹത്തെങ്ങാനും ഈ സ്റ്റീൽ ലോഹമൊന്നും മുട്ടിയാൽ ഇവന്റെയൊക്കെ കുടുംബത്ത് കഴിയുന്നവര് പിന്നെ ഉണ്ടാവത്തില്ല. കുരപള്ളിയിൽ കത്തികേറി അവരൊക്കെ പുളയും. ഇവനൊക്കെ അത് നന്നായിട്ടറിയാം. അയാൾ മുണ്ടൊന്ന് അഴിച്ചുകൊടുത്തു. അല്ലെങ്കിൽ താനൊന്ന് നിർബന്ധിച്ചു നോക്കിയേ. പോലീസ് സേനയുടെ അഭിമാനത്തിന്റെ കടക്കിലാണ് രുദ്രേഷ് ഗൗഡ നാവുകൊണ്ട് മുറിവുണ്ടാക്കുന്നത്. മുളകുചാക്കിൽ അകപ്പെട്ടതുപോലെ ഒരു നീറ്റൽ മഹിപാൽ യാദവിനുണ്ടായി. സിരകളിലൂടെ മിന്നൽ വേഗത്തിൽ ചോര കുതിച്ചോടി. അരയിലെ തുകലുറയിൽ നിന്ന് പെട്ടെന്ന് റിവോൾവർ വലിച്ചെടുത്ത് അയാൾ ശേഷണ്ണയുടെ പുരുകങ്ങൾക്ക് മധ്യത്തിൽ കുത്തിയമർത്തി. ശേഷണ്ണ, എന്നെ അനുസരിച്ചില്ലെങ്കിൽ ഈ തേർഡ് റേറ്റ് റാസ്കൽ പറയുന്നത് പോലെ നിന്റെ വീട്ടുകാരെ ഞാൻ ഒന്നും ചെയ്യില്ല. നിന്നെ മാത്രമേ തീർക്കൂ. ഒറ്റ ബുള്ളറ്റുകൊണ്ട്. വെക്കട വിലങ്ങ്. മഹിപാൽ യാദവിന്റെ നിശ്വാസത്തിന് ഉലയിലെ ചൂടുണ്ടായിരുന്നു. കിടുങ്ങിപ്പോയി സകലരും. ശേഷണ്ണയുടെ ഉടലിൽ ഒരു വിറയിൽ നിന്ന് തുള്ളി. നടുക്കത്തോടെ അയാൾ മഹിപാൽ യാദവിനെയും രുദ്രേഷ് ഗൗഡയെയും മാറി മാറി നോക്കി. രണ്ട് മുഖങ്ങളിലും രണ്ട് തീക്കുണ്ടങ്ങൾ നിന്നെരിയുകയാണ്. ആരെ അനുസരിക്കും? അനുസരിക്കാതിരിക്കും. ആരെ അനുസരിച്ചാലും തനിക്ക് നഷ്ടം മാത്രം. ശേഷണ്ണ, ഒരിക്കൽ കൂടി മഹിപാൽ യാദവ് ഗർജിച്ചു. ഈ ചെറ്റകളുടെ കയ്യിൽ നിന്ന് ഒരുപാട് ഔദാര്യങ്ങൾ നിങ്ങളൊക്കെ പറ്റിയിട്ടുണ്ടെന്നറിയാം. അതൊക്കെ ഇവിടുത്തെ ജനങ്ങളെയും ഖജനാവിനെയും വെട്ടിച്ചുകൊണ്ടാണ്. വികാരവിക്ഷോഭത്താൽ മഹിപാലിന്റെ ശബ്ദം പ്രകമ്പനം കൊണ്ടു. അതിന് നിങ്ങൾ നന്ദി കാണിക്കേണ്ട നേരമല്ലത്. ഇപ്പോഴല്ലെങ്കിൽ മറ്റൊരിക്കൽ വീണ്ടും ഇയാൾ നിങ്ങളുടെ ഭാര്യയ്ക്കും മക്കൾക്കും വിലപേശും. ജീവിതകാലം മുഴുവൻ എന്തിനാടോ ഇവന്റെയൊക്കെ കാലടികൾക്കിടയിൽ കഴിയുന്നത്? അതിലും നല്ലത് തന്റെ മരണമാ. ആ ശബ്ദത്തിന് മരണത്തിന്റെ ഗന്ധമുണ്ടെന്ന് ശേഷണ്ണയ്ക്ക് തോന്നി. പോലീസ് സേന മുഴുവൻ ഇതികർത്തവ്യത മൂഢരായി നിൽക്കുകയാണ്. ഉദ്ദണ്ഡന്റെ പർണശാലയിലേക്ക് കടക്കാൻ കാറ്റുപോലും ഭയന്നു. തന്റെ നെറ്റിയിൽ റിവോൾവറിന്റെ ബാരൽ അല്പം കൂടി അമരുന്നത് ശേഷണ്ണ അറിഞ്ഞു. അയാളുടെ കണ്ണുകൾ രണ്ടും നേർരേഖകൾ കണക്കെ മഹിപാലിന്റെ ചൂണ്ടുവിരലിൽ ചെന്നുമുട്ടി. അത് അമരുന്നതും റിവോൾവറിന്റെ സിലിണ്ടർ കറങ്ങാൻ തുടങ്ങുന്നതും അയാൾ ഞെട്ടലോടെ കണ്ടു. സർ. അയാളുടെ ചുണ്ടിൽ അക്ഷരങ്ങൾ പകുതിക്ക് മുറിഞ്ഞു. കൈവിരലിനപ്പുറത്ത് എസ്.പിയുടെ മുഖം. അയാൾ എന്തും ചെയ്തു പോകുമെന്ന് ശേഷണ്ണയ്ക്ക് ഉറപ്പായി. ശേഷണ്ണ ഇടം കണ്ണിട്ട് CI ഗുണ്ടപ്പയെ നോക്കി. നിസ്സഹായനായി നിൽക്കുകയാണ് അയാൾ. അപ്പോൾ മരിക്കാൻ തയ്യാറായിക്കോ ശേഷണ്ണെ. പ്രപഞ്ചത്തിന്റെ അങ്ങേയറ്റത്തു നിന്നുള്ള അശരീരി പോലെ മഹിപാൽ യാദവിന്റെ ശബ്ദം അയാളുടെ കാതുകളിൽ വന്നു വീണു. ശേഷണ്ണയുടെ മുഖഭാവം മാറി. അയാൾ പെട്ടെന്ന് രുദ്രേഷ് ഗൗഡയുടെ കയ്യിൽ കടന്നു പിടിച്ചു. അതിലേക്ക് വിലങ്ങമർത്താൻ ഭാവിച്ചു. ഇത്രയ്ക്കായോടെ നായേ. രുദ്രേഷ് കൈതട്ടി. പിന്നെ ശേഷണ്ണയുടെ കഴുത്തടക്കം ആഞ്ഞടിച്ചു. ശേഷണ്ണ പോലീസുകാർക്കിടയിലേക്ക് മറിഞ്ഞു. സ്കൗണ്ട്രൽ. മഹിപാൽ വെട്ടിത്തിരിഞ്ഞു. പിന്നെ കൊടുത്തു രുദ്രേഷിന്റെ കഴുത്ത് ചേർത്ത ഒരെണ്ണം. എടാ. രുദ്രേഷ് ചീറി. SP അയാളുടെ മുണ്ട് വലിച്ചുരിഞ്ഞു. അടിവസ്ത്രം മാത്രം ധരിച്ചുകൊണ്ട് രുദ്രേഷ്.
അയാളുടെ ഉരുക്കു പോലെയുള്ള കൈ പിടിച്ച് മഹിപാൽ തിരിച്ചു. തുടർന്ന് കക്ഷത്തിന് താഴെ വാരിയല്ലുകൾക്കിടയിൽ തുരുതുരെ 4-5 രുദ്രേഷ് കമ്മിട്ടിയ ചോര മുന്നോട്ട് തെറിച്ചു. അപ്പോഴേക്കും ശേഷണ്ണ അയാളുടെ ഇടം കൈയിൽ വിലങ്ങ് വെച്ചു കഴിഞ്ഞിരുന്നു. മഹിപാൽ വലം കൈകൂടി പിന്നോട്ട് തിരിച്ചു വെച്ചു കൊടുത്തു. അതിലും വിലങ്ങു വീണു. വാരിക്കുഴിയിൽ വീണ ഒറ്റയാന്റെ ഭാവത്തിൽ രുദ്രേഷ് വട്ടം തിരിഞ്ഞു. ഒരുത്തനെയും ഞാൻ ബാക്കി വെക്കില്ല മഹിപാലെ. നീ കാതുപിടർത്തി കേട്ടോടാ പട്ടി. നാളെ ഈ നേരത്ത് നിന്റെ വീട്ടിൽ വെള്ള പുതുപ്പിച്ച ശവങ്ങളെ ഉണ്ടാവൂ. പറയുന്നത് ഗൗഡയാ, രുദ്രേഷ് ഗൗഡ. ഓർത്തോടാ. മഹിപാൽ പുച്ഛിച്ചു ചിരിച്ചു. ഗൗഡേ, ഇത് നിന്റെ അന്ത്യത്തിന്റെ തുടക്കമാ. ഇനി നിനക്കൊരു ഉയർത്തെഴുന്നേൽപ്പില്ല. അല്ലെങ്കിൽ എല്ലാ തടവറകളും ഭേദിച്ച് നീ പുറത്തുവാ. ഞാൻ കാത്തിരിക്കും. ഗൗഡ വിഷപ്പാമ്പിനെ പോലെ വായു തുറന്നു കാണിച്ചു. കൊണ്ടുപോ. മഹിപാലിന്റെ കൽപ്പന. ശേഷണ്ണയും പോലീസുകാരും ചേർന്ന് അയാളെ പർണശാലയ്ക്ക് പുറത്തേക്ക് വലിച്ചിഴച്ചു. അയാളുടെ ഗുണ്ടാപ്പട തലകുമ്പിട്ട് പോലീസ് വാഹനത്തിന്റെ ഉള്ളിൽ ഇരിപ്പുണ്ടായിരുന്നു. മഹിപാൽ യാദവ് അമ്പരന്ന് നിൽക്കുന്ന ഉദണ്ഡനെ നോക്കി. തന്റെ വൈദ്യപ്പണിയും ഇതോടെ തീരുകയാ. കള്ളനും ഗുണ്ടയ്ക്കും കൂട്ടിക്കൊടുപ്പുകാരനും നീ നൽകുന്ന ഈ സുഖചികിത്സയുണ്ടല്ലോ, എല്ലാത്തിൻ്റെയും രേഖകൾ, ലൈസൻസ് അടക്കം ഇന്ന് സന്ധ്യയ്ക്ക് മുൻപ് എൻ്റെ മുൻപിൽ എത്തിച്ചിരിക്കണം. അല്ലെങ്കിൽ ഒരിക്കൽ കൂടി ഞാൻ ഇങ്ങോട്ട് വരും ഇതിന് തീയിടാൻ. തറ കുലുങ്ങും പോലെ ചവിട്ടിക്കൊണ്ട് മഹിപാൽ യാദവ് തിരിച്ചുപോയി. പോലീസ് എല്ലാ ഗുണ്ടകളുടെയും കയ്യിൽ നിന്ന് മൊബൈൽ ഫോണുകളും വാങ്ങിയിരുന്നു. തിമ്മക്കയുടെ ബംഗ്ലാവ്, തീൻമുറി. രാവിലെ ചെറുതേൻ ചേർത്ത ബ്രാൻഡ് കഴിച്ച് ആൺമക്കൾ 3 പേരും ഉന്മേഷവാന്മാരായി ഇരിക്കുന്നത് കണ്ട് തിമ്മക്ക ഒന്ന് ചിരിച്ചു. ബസന്തേ, അവർ വിളിച്ചു. എന്താ അമ്മേ? ബസന്തരാജ് ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ തലയുയർത്തി. അവൻ്റെ ആ കാളിചരണിൻ്റെ പെങ്ങളെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് കൊണ്ടുവരുന്നത് എപ്പോഴാണെന്നറിയണം. പിന്നെ കോളാറിലെ ഏറ്റവും നല്ല പൂക്കടയിൽ വിളിച്ച് രക്തറോസ കൊണ്ട് ഏറ്റവും വലിയൊരു റീത്തുണ്ടാക്കി വയ്ക്കാൻ പറയണം. ഒരിക്കൽ തോറ്റുമടങ്ങിയ കളത്തിലേക്ക് നമ്മൾ വീണ്ടും പോകുന്നു. യുദ്ധത്തിനല്ല, ജീവിതം എന്തെന്നറിയാതെ പൊലിഞ്ഞുപോയ അവൻ്റെ കുഞ്ഞു പെങ്ങളുടെ നെഞ്ചത്തൊരു റീത്തു വയ്ക്കാൻ. അവൻ്റെയും വീട്ടുകാരുടെയും കണ്ണിൽ നിന്നൊഴുകുന്ന നീരിൻ്റെ അളവെടുക്കാൻ. നെഞ്ചിലെ പിടപ്പിൻ്റെയും നുറുങ്ങുന്ന വേദനയുടെയും ഇടയിലുള്ള അവറ്റകളുടെ മുഖം കണ്ട് ആസ്വദിക്കാൻ. തിമ്മക്കയുടെ പല്ലുകൾക്കിടയിൽ അക്ഷരങ്ങൾ കടിച്ചു പൊട്ടിക്കപ്പെട്ടു. എല്ലാ ഏർപ്പാടുകളും ഞങ്ങൾ നേരത്തെ ചെയ്തു കഴിഞ്ഞമ്മേ. പറഞ്ഞത് ചൗഡയാണ്. കൊള്ളാം. ദിവസങ്ങൾക്ക് ശേഷം തിമ്മക്ക മനം നിറഞ്ഞു ചിരിച്ചു. എന്നാൽ നിശബ്ദനായി ഇരിക്കുന്ന പുട്ടുരാജിൽ അവരുടെ കണ്ണുകൾ ഉടക്കി. എന്താടാ? ഞാൻ ചിന്തിച്ചത് കട്ടാരിപ്പാണ്ടിൻ്റെയും നമ്മുടെ പിള്ളേരുടെയും കാര്യമാ. അവൻ അറിയിച്ചു. അവരിപ്പോൾ നമുക്കിവിടെ ആവശ്യമാണ്. പക്ഷേ കേരളത്തിലെ സെല്ലിൽ അവർ. തിമ്മക്കയുടെ മുഖം മുറുകി. അവരിങ്ങ് എത്തുമടാ. നാളെയോ മറ്റന്നാളോ ഇവിടുത്തെ ഹോം മിനിസ്റ്റർ കേരള മിനിസ്റ്ററുമായി സംസാരിക്കാമെന്ന് ഏറ്റിട്ടുണ്ട്. യൂണിഫോം ധരിച്ച പരിചാരകൻ പാത്രത്തിലേക്ക് വീണ്ടും ഭക്ഷണം നീക്കിയിടാൻ ശ്രമിച്ചപ്പോൾ തടഞ്ഞുകൊണ്ട് അവർ തുടർന്നു. നമ്മുടെ പിള്ളേരെ തൊടാൻ കേരളത്തിലെ ഒരു പോലീസുകാരനും ധൈര്യമുണ്ടാവില്ല. പൊടുന്നനെ ബസന്തരാജിൻ്റെ സെൽഫോൺ ശബ്ദിച്ചു. അത് അറ്റൻഡ് ചെയ്യവേ അവൻ്റെ മുഖം ഒറ്റ നിമിഷം കൊണ്ട് വിളറി വീർത്തു. തിമ്മക്ക മകൻ്റെ ഭാവം ശ്രദ്ധിച്ചു. എന്താടാ? ബസന്ത് ഫോൺ പോക്കറ്റിൽ വെച്ചു. അമ്മേ, രുദ്രേഷ് അങ്കിളിനെ അറസ്റ്റ് ചെയ്തു. ആര്? കസേരയിൽ വെടിയേറ്റതുപോലെ തിമ്മക്ക മുന്നിലെ ഭക്ഷണപാത്രം തള്ളി നീക്കി ചാടി എഴുന്നേറ്റു. അവൻ SP മഹിപാൽ യാദവ്. ആരാ നിന്നെ വിളിച്ചത്? അവരുടെ കണ്ണുകളിടുങ്ങി. ആ വൈദ്യൻ ഉദണ്ഡൻ. അയാൾ പറയുന്നത് മഹിപാൽ ഇവിടേക്കും വരാൻ സാധ്യതയുണ്ടെന്നാണ്. തിമ്മക്കയുടെ കണ്ണുകൾ 4 പാടും വെട്ടി. ഇല്ലടാ, ഇല്ല. ആ പോലീസ് പട്ടിക്ക് അതിനുള്ള ധൈര്യമുണ്ടാവില്ല. എന്നാലും അമ്മേ, പുട്ടുരാജ് പരുങ്ങി. നമ്മുടെ ആളുകളോട് അലർട്ടായിരിക്കാൻ പറയണ്ടേ? തിമ്മക്ക മറുപടി പറയാൻ ഭാവിച്ചതേയുള്ളൂ. ആ നിമിഷം കേട്ടു. പുറത്ത് പോലീസ് വാഹനങ്ങളുടെ മൂളൽ. ചൗഡയ്യ ചാടി എഴുന്നേറ്റ് ഹാളിലേക്ക് പാഞ്ഞു. പിന്നെ പ്രധാന വാതിൽക്കലേക്ക്. മതിലിനു വെളിയിലെ മൈതാനം പോലെയുള്ള ഭാഗത്തെ പൊടിയിളക്കി ഗേറ്റിലേക്ക് പാഞ്ഞു വരുന്നു പോലീസ് വാഹനങ്ങൾ. ഗേറ്റ് തുറക്കരുതെന്ന് പറയടാ. വാതിൽക്കൽ നിന്നിരുന്ന ഗാർഡിനോട് അവൻ അലറി. ഗാർഡ് ഗേറ്റിലേക്ക് പാഞ്ഞു. മുന്നിൽ വന്ന ജീപ്പിൽ നിന്ന് മഹിപാൽ യാദവ് തല പുറത്തേക്ക് നീട്ടി ഗർജിച്ചു. തുറക്കടാ ഗേറ്റ്. പറ്റത്തില്ല. 10ഓളം ഗാർഡുകൾ ഓടിയെടുത്തു. പോലീസ് വാഹനങ്ങൾ ബ്രേക്കിട്ടു. ഓക്കെ. മഹിപാൽ പുറത്തേക്കിറങ്ങി നിന്ന് പുഞ്ചിരിച്ചു. പാൻസ് അല്പം മുകളിലേക്ക് വലിച്ചു കയറ്റിയിട്ട് മീശയൊന്ന് തടവി. പറ്റില്ലെന്ന് നിങ്ങൾ പറഞ്ഞാൽ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? അയാൾ ഫോണെടുത്ത് ആർക്കോ ഒരു മെസ്സേജ് നൽകി. 2 മിനിറ്റ് കഴിഞ്ഞു. മഹിപാലിൻ്റെ നീക്കമറിയാൻ ജാഗ്രതയോടെ നിൽക്കുകയാണ് ചൗഡയ്യ. പെട്ടെന്ന് ഒരു JCBയുടെ ശബ്ദം. പോലീസ് വാഹനങ്ങളെ കടന്ന് അത് മുന്നോട്ട് വരികയാണ്. ഗാർഡുകൾ പരസ്പരം നോക്കി. മഹിപാലിൻ്റെ വിശ്വസ്തനായ ഒരു പോലീസ് ഡ്രൈവറായിരുന്നു അതിൽ. മഹിപാൽ ഒരാംഗ്യം കാട്ടി.
JCB അതിൻ്റെ ബ്ലേഡ് മുന്നോട്ട് നീട്ടി ഉയർത്തി. ആക്രമണ സജ്ജമായ ഒരു കാണ്ടാമൃഗത്തെപ്പോലെ മുന്നോട്ട് വന്നു. നോ! ചൗഡയ്യ വിളിച്ചലറി. JCBയുടെ കർണകഠോര ശബ്ദത്തിൽ അവൻ്റെ ഒച്ച ലയിച്ചു ചേർന്നു. അടുത്ത സെക്കൻഡ് തിമ്മക്ക ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച മതിൽ കട്ടകളായി ചിതറി. ആന തള്ളിമറിക്കുന്നതുപോലെ അത് അകത്തേക്ക് മറിഞ്ഞു. മറിഞ്ഞ ഭാഗം തള്ളിമാറ്റി പോലീസ് വാഹനങ്ങൾക്ക് വഴിയൊരുക്കിയിട്ട് JCB പിന്നോക്കം നീങ്ങി. മഹിപാൽ യാദവ് വീണ്ടും ജീപ്പിൽ കയറി. തിമ്മക്കയും വസന്തരാജും പുട്ടരാജും പാഞ്ഞു വന്നു. പോലീസ് വാഹനങ്ങൾ ആറ്റ് ചരലിനു മീതെ ബ്രേക്കിട്ടു. SP-ക്കൊപ്പം ഒരു വനിതാ SI-യും 2 കോൺസ്റ്റബിൾമാരും ഉണ്ടായിരുന്നു. മഹിപാൽ സിറ്റൗട്ടിലേക്ക് കയറി മൂവരെയും മാറി മാറി നോക്കി. ഓർമ്മയിൽ ഒന്ന് ചികഞ്ഞു നോക്കിയാൽ ഒരു പക്ഷേ എന്നെ നിങ്ങൾക്ക് മനസ്സിലായേക്കും. ഒത്തിരി കാലമായല്ലോ നമ്മളിങ്ങനെ മുഖാമുഖം വന്നിട്ട്. ഇനിയൊരിക്കലും നിങ്ങളുടെ മുന്നിൽ ഞാനിങ്ങനെ നിൽക്കുമെന്ന് കരുതിയിട്ടുണ്ടാവില്ല അല്ലേ? അയാൾ ചിരിച്ചു. പണ്ട് ഞാൻ കണ്ടതിനേക്കാൾ ഒത്തിരി മാറിയിരിക്കുന്നു. അമ്മയും മക്കളും ഭയങ്കര ഗ്ലാമർ. അതുകൊണ്ട് തിമ്മക്ക മാഡം എൻ്റെ ഒപ്പം ഒന്ന് വരണം. നിങ്ങളുടെ ഒരു കൂട്ടുകാരൻ പോലീസ് വാനിൽ കാത്തു നിൽപ്പുണ്ട്. തിമ്മക്ക കാറി തുപ്പി. എന്നെ കൊണ്ടുപോകാൻ മാത്രം കരുത്തുണ്ടോടാ നിന്റെ ഈ തുരുമ്പെടുത്ത പാട്ടവണ്ടിക്ക്? അവർ കൈ ചൂണ്ടി. ഇതാ കാര്യം. മഹിപാൽ തലകുടഞ്ഞു. നേരത്തെ ഒരുത്തൻ ഇതിനേക്കാൾ കൂടുതൽ പ്രസംഗിച്ചതാ. ദാ ഇപ്പോൾ അണ്ടർവെയർ മാത്രം ധരിച്ച് അതിനുള്ളിലിരിപ്പുണ്ട്. വാ വന്നു നോക്ക്, ഭയങ്കര രസമാ. മഹിപാൽ തിമ്മക്കയുടെ ആൺമക്കളോടും പറഞ്ഞു. നിങ്ങൾക്കും വന്നു കാണാൻ കേട്ടോ. വസന്തരാജ് പെട്ടെന്ന് അമ്മയ്ക്ക് മുൻപിലേക്ക് കയറി ഒരു തടസ്സമായി നിന്നു. എൻ്റെ അമ്മയെ കൊണ്ടുപോകണമെങ്കിൽ ആദ്യം നിനക്ക് എന്നെ കൊല്ലേണ്ടി വരും. മഹിപാൽ യാദവ് മുന്നോട്ടഞ്ഞു. അതിനാണോടാ പാട്? കൊന്നേക്കാം. ഈ കോളാറിന് അത്രയും തലവേദന കുറയുമല്ലോ. മഹിപാൽ റിവോൾവർ എടുത്തു. കാച്ചിയേക്കട്ടേടാ. വസന്തരാജിന് ഉമിനീർ പറ്റി. മഹിപാൽ തുടർന്നു. ഒന്നോർത്താൽ നന്ന്. പോലീസ് ജീവിതത്തോടുള്ള കൊതി കൊണ്ടോ ജീവിക്കാനൊരു ജോലി വേണമെന്ന ആഗ്രഹം കൊണ്ടോ അല്ല ഞാൻ സർവീസിൽ തിരികെ കയറിയത്. പക തീർക്കാൻ തന്നെയാ. അത് നിന്നെയൊക്കെ കൊന്നിട്ടാണെങ്കിലും എനിക്ക് വിരോധമില്ല. SP-യുടെ വാക്കുകൾക്ക് തീ പിടിച്ചു കഴിഞ്ഞിരുന്നു. ആയിരക്കണക്കിന് കോടികൾ കട്ടുമുടിച്ചവർ പോലും കൂളായി നടക്കുന്ന നാടാ ഇത്. അപ്പോൾ പിന്നെ എന്നെ തൂക്കിക്കൊല്ലാനൊന്നും പോകുന്നില്ല. തിമ്മക്ക മഹിപാൽ യാദവിൻ്റെ മുഖം പഠിക്കുകയായിരുന്നു. ഭീഷണി കൊണ്ടും ധനം കൊണ്ടും ഇവനെ ഒതുക്കാൻ കഴിയില്ല. അടിയേറ്റ പാമ്പാണിവൻ. വിഷം മുറ്റി നിൽക്കുകയാണ്. കൊത്തുക തന്നെ ചെയ്യും. ബുദ്ധിയുള്ളവർ ചെയ്യേണ്ടത് കൊത്തുകൊള്ളാതെ നോക്കുകയാണ്. അടുത്തു നിന്ന മകനെ ഇടം കൈകൊണ്ട് ഒരു വശത്തേക്ക് നീക്കിയിട്ട് അവർ ശബ്ദമുയർത്തി. അതിനെന്താ ഓഫീസർ, ഞാൻ വരാം. നമ്മുടെ ലോക്കപ്പും ജയിലുമൊക്കെ ഇപ്പോൾ ഏതവസ്ഥയിലാണെന്ന് അറിയാമല്ലോ. പണ്ട് ഞാൻ അവിടൊക്കെ കിടന്നിട്ടുണ്ടേ. അവർ ചിരിച്ചു. എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ എൻ്റെ സ്വന്തം ചിലവിൽ അത് പരിഹരിച്ചു തരികയും ചെയ്യാം. മഹിപാൽ യാദവിന് പെരുത്തു കയറുകയാണ്. അയാൾ എന്തെങ്കിലും പറയും മുൻപ് മക്കൾ 3 പേരും ഒരുപോലെ വിളിച്ചു. അമ്മേ ചുമ്മാതിരിക്കടാ. അവർ കൈ ഉയർത്തി. എന്നെ കൊണ്ടുപോകാനല്ലേ ഇവൻ വന്നിരിക്കുന്നത്? ഞാനൊന്ന് പോയിട്ട് വരട്ടെ. പിന്നെ കുറച്ച് എണ്ണയും കുഴമ്പും ചൂടുവെള്ളവുമൊക്കെ എടുത്തു വയ്ക്കാൻ നമ്മുടെ പരിചാരകരോട് പറയണം. എന്നെ ഇടിച്ചു പിഴിഞ്ഞാണ് വിടുന്നതെങ്കിൽ ചൂടുവെള്ളത്തിൽ കുളിച്ചല്ലേ പറ്റൂ. പരിഹാസത്തോടെ തിമ്മക്ക മുറ്റത്തേക്കിറങ്ങി. പിന്നെ വനിത പോലീസ് ഉദ്യോഗസ്ഥരെ നോക്കി. ഒത്തിരി കാലമായോ നിങ്ങൾ ജോലിയിൽ കയറിയിട്ട്? അവർ മിണ്ടിയില്ല. ശരിക്കും ഭയമായിരുന്നു അവർക്ക്. തിമ്മക്കയെക്കുറിച്ച് കേട്ടിട്ടുള്ളതല്ലാതെ ഇത്രയും അടുത്ത് കാണുന്നത് പോലും ആദ്യം. തിമ്മക്ക തുടർന്നു. ജോലി ചെയ്ത് ഒന്നും സമ്പാദിച്ചിട്ടില്ലെങ്കിൽ എനിക്കൊന്നേ പറയാനുള്ളൂ, കഷ്ടം. അവരുടെ ഓരോ വാക്കും ശ്രദ്ധിക്കുകയായിരുന്നു മഹിപാൽ യാദവ്. ഓരോ വാക്കിലും അവർ വെടിമരുന്ന് നിറച്ചിരിക്കുകയാണ്. ഏത് നിമിഷവും പൊട്ടിക്കാൻ. ഏത് ഭാഗത്തു നിന്നാണ് ഒരു തീപ്പൊരി പാറി വീഴുന്നതെന്ന് അറിഞ്ഞാൽ മതി. തിമ്മക്ക ചെന്ന് വാനിൽ കയറി. ചുറ്റും കരുതലോടെ പോലീസ് വലയം. മക്കളും പിന്നാലെ ചെന്നു. ഞങ്ങളും വരുന്നമ്മേ. വാനിൻ്റെ 2ാമത്തെ പടിയിൽ നിന്നുകൊണ്ട് അവർ തോളിനു മീതെ കൂടി തലതിരിച്ചു. SP സാറ് നിങ്ങളെ ക്ഷണിച്ചില്ലല്ലോ. എന്നെ കൊണ്ടുപോകാനല്ലേ വന്നത്? ഞാൻ പോയി സൽക്കാരം സ്വീകരിച്ചു വരാം. പിന്നെ പറയൂ അമ്മേ. മക്കൾ കാതുകൂർപ്പിച്ചു. നമ്മുടെ മതിലിടിച്ച ഒരു പോലീസ് ഡ്രൈവറുണ്ടല്ലോ, പാവമ്മ. മറ്റു ഗത്യന്തരമില്ലാതെ ചെയ്തു പോയതാ. അവൻ്റെ പേരും അഡ്രസ്സും കുറിച്ചു വച്ചേക്കണം. മക്കൾക്ക് കാര്യം മനസ്സിലായി. തിമ്മക്ക ഒരു സീറ്റിലിരുന്നു. പോലീസുകാരും കയറിയതോടെ വാനിൻ്റെ ഡോർ അടഞ്ഞു. ജീപ്പിലേക്ക് കാൽവെച്ച മഹിപാൽ യാദവിനെ തിമ്മക്കയുടെ മക്കൾ ഭീഷണിപ്പെടുത്തി. സാറേ, ഞങ്ങളുടെ അമ്മയെയാണ് കൊണ്ടുപോകുന്നത്. ദുഃഖിക്കാൻ സാറിന് ഇടയുണ്ടാകരുതേ. മഹിപാൽ അത് ശ്രദ്ധിച്ചില്ല. പക്ഷെ തിമ്മക്കയുടെ ധൈര്യം, വാക്കുകളിൽ ഒളിഞ്ഞിരിക്കുന്ന നിഗൂഢത, അതിലൊരു വലിയ ആപത്ത് അയാൾ മണത്തു. അധ്യായം 33. തിമ്മക്കയുടെ ആൺമക്കളും ഗാർഡുകളുമെല്ലാം തരിച്ചു നിൽക്കുമ്പോൾ പോലീസ് സേനയുടെ വാഹനവ്യൂഹം മുറ്റത്ത് മെല്ലെ റിവേഴ്സിൽ തിരിഞ്ഞു.
പിന്നെ JCB കൊണ്ട് ഉണ്ടാക്കിയ വഴിയിലൂടെ മൈതാനം പോലെയുള്ള ഭാഗത്തേക്കിറങ്ങി പാഞ്ഞുപോയി. കൊല്ലും ഞാൻ. വസന്തരാജിന്റെ കടിച്ചു പിടിച്ച പല്ലുകൾക്കിടയിലൂടെ വാക്കുകൾ ഞെരിഞ്ഞമർന്ന് പുറത്തു ചാടി. ചൗടയെയും പുട്ടരാജും തല തിരിച്ച് അവനെ നോക്കി. ചേട്ടാ. അതേടാ, കണ്ടില്ലേ നമ്മുടെ അമ്മയെ കൊണ്ടുപോയത്, അതും പോലീസിന്റെ തുക്കട വണ്ടിയിൽ. SP മഹിപാൽ യാദവിന്റെ കാര്യം ഇതോടെ തീരുകയാ. ഇനി അങ്ങനെയൊരാൾ ഈ കോളാറിൽ ഉണ്ടാവില്ല. അവന്റെ സ്വഭാവമുള്ള ഒരുത്തനും ഇവിടേക്ക് വരികയുമില്ല. വെട്ടിത്തിരിഞ്ഞ് വസന്തരാജ് അകത്തേക്ക് കുതിച്ചു. പരസ്പരം ഒന്നു നോക്കിയിട്ട് അനുജന്മാരും പിന്നാലെ പോയി. ചെന്നപാടെ വസന്തരാജ് അലമാര വലിച്ചു തുറന്നു. അതിൽ നിരത്തിവച്ചിരിക്കുന്നത് മദ്യക്കുപ്പികളായിരുന്നു. വിവിധ ബ്രാൻഡുകളിലുള്ള വില കൂടിയ മദ്യക്കുപ്പികൾ. അവന്റെ കണ്ണുകൾ അതിലൂടെ തെന്നി നീങ്ങി. ഒരു ബ്രാൻഡിയുടെ ബോട്ടിൽ അവൻ വലിച്ചെടുത്തു. അതിന്റെ അടപ്പ് തുറന്ന് വെള്ളം പോലും ചേർക്കാതെ വായിലേക്ക് കമഴ്ത്തി. തുടർന്ന് കുപ്പി അനുജന്മാർക്ക് കൈമാറി. കുടിക്കടാ, ഉള്ളു കത്തണം. ആ കത്തൽ അവന്റെ അന്ത്യം വരെ അണയാതെ നിൽക്കണം. പുട്ടരാജും ചൗടയെയും കുപ്പി ചരിച്ച് വായിലേക്ക് വീഴ്ത്തി. അവന്റെ കസ്റ്റഡിയിൽ ഒരു നിമിഷം പോലും അമ്മയും രുദ്രേഷ് അങ്കിളും ഇരുന്നുകൂടാ. വസന്തരാജ് ഫോണെടുത്ത് MLA രാജ് റുലാനിയെയും MP മുത്തുമാണിക്യത്തെയും വിളിച്ചലറി. എന്റെ അമ്മ അവന്റെ കസ്റ്റഡിയിലാ, ആ മഹിപാൽ യാദവിന്റെ. അവൻ തന്നെ ഉടൻ അമ്മയെ ഇവിടെ തിരിച്ചു കൊണ്ടുവിട്ടിരിക്കണം. അല്ലെങ്കിൽ ഓർത്തോ, നിങ്ങൾ രണ്ടുപേരുടെയും നിയോജക മണ്ഡലങ്ങളിൽ ഉടൻ ഉപതെരഞ്ഞെടുപ്പ് വരും. ആ വാക്കുകൾക്കുള്ളിൽ കത്തുന്ന ഭീഷണിയായിരുന്നു. കോളാർ ഖനിയിലേക്ക് സൈനിക വിഭാഗത്തിന്റെയും ഫയർഫോഴ്സിന്റെയും പോലീസിന്റെയും ആളുകൾ ഇറങ്ങിത്തുടങ്ങി. ജനം വീണ്ടും കേജുകൾ കാണത്തക്ക വിധത്തിൽ തടിച്ചുകൂടിയിരുന്നു. ആരും അവിടേക്ക് അടുക്കാതിരിക്കാൻ പോലീസ് വടം കെട്ടി തിരിച്ചിരിക്കുകയാണ്. വസന്തരാജിന്റെ ഫോൺ വരുന്ന നേരത്ത് MPയും MLAയും അവിടെയായിരുന്നു. ഇരുവരും പരസ്പരം നോക്കി. നമ്മൾ എന്തു ചെയ്യും റുലാനി? മുത്തുമാണിക്യം MLAയെ നോക്കി. നമ്മൾ പറഞ്ഞാലൊന്നും ആ മഹിപാൽ അവരെ വിടുമെന്ന് തോന്നുന്നില്ല. രാജ് റുലാനി ഒരു നിമിഷം ചിന്തിച്ചു നിന്നു. IGയെ വിളിക്കുക, അത്ര തന്നെ. അയാൾ നമ്മളെ അനുസരിക്കാതിരിക്കില്ല. അല്ലെങ്കിൽ വസന്തരാജിന്റെ ഭീഷണി ഫലിക്കുക തന്നെ ചെയ്യും. കോളാർ തങ്കമേ മരിച്ചിട്ടുള്ളൂ. തിമ്മക്കയുടെ ബാക്കി 3 ആൺമക്കളും ജീവിച്ചിരിപ്പുണ്ട്. ചാമ്പ്യൻ റീഫ് മൈനിന്റെ കേജ് സ്റ്റേഷന് മുന്നിൽ കളക്ടർ ഭൈരപ്പ നിൽക്കുന്നത് ഇരുവരും കണ്ടു. പട്ടാളക്കാർ പോളിത്തീൻ ബാഗുകളിൽ പഴുത്തളിഞ്ഞ ശവശരീരങ്ങൾ മുകളിലേക്ക് കൊണ്ടുവന്നു തുടങ്ങി. ഓരോന്നും ആരുടേതാണെന്നറിയാൻ ജനം തിക്കിത്തിരക്കി. കേരളം. തിമ്മക്കയുടെ PA കട്ടാരിപ്പാണ്ടിനും മറ്റും പറഞ്ഞ കാര്യങ്ങൾ ശരിയാണോ എന്നറിയാൻ പത്തനംതിട്ട SP കോളാർ പോലീസ് സൂപ്രണ്ട് മഹിപാൽ യാദവുമായി ഫോണിൽ ബന്ധപ്പെട്ടു. തിമ്മക്കയും രുദ്രേഷ് ഗൌഡയുമായി പോകുന്ന നേരത്താണ് മഹിപാലിന് കോൾ കിട്ടിയത്. എല്ലാം കേട്ടുകഴിഞ്ഞ് മഹിപാൽ യാദവിന്റെ ഉറച്ച ശബ്ദം പത്തനംതിട്ട SPയുടെ കാതിൽ വന്നു വീണു. കൊടും ക്രിമിനലുകളാവർ. എനിക്ക് മുൻപ് ഇവിടെയുണ്ടായിരുന്ന പോലീസ് ഓഫീസർമാർക്കെല്ലാം അവരെ ഭയമായിരുന്നു. അതുകൊണ്ട് കേസെടുത്തിട്ടില്ല. പക്ഷേ ഞാൻ അവന്മാരെ തേടിക്കൊണ്ടിരിക്കുമായിരുന്നു. ഒരു കാരണവശാലും വിടരുത്. അവന്മാരെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യണം. ഇവിടെ ഞാനും കേസ് ചാർജ് ചെയ്യാം. പിന്നെ കേരളത്തിലെ കോടതിയിൽ റിക്വസ്റ്റ് നൽകി ഇങ്ങോട്ട് കൊണ്ടുവരാം. ഉടൻ തന്നെ പത്തനംതിട്ട SP ചിറ്റാർ CI മധുചന്ദ്രന് മെസ്സേജ് നൽകാൻ ഒരുങ്ങി. പക്ഷേ ആ നിമിഷമാണ് ആഭ്യന്തരമന്ത്രിയുടെ PAയുടെ ഫോൺ കോൾ വന്നത്. സർ, പെട്ടെന്ന് SP അലേർട്ടായി. അപ്പുറത്തുനിന്ന് കേട്ട നിർദ്ദേശങ്ങൾ അയാളുടെ മുഖത്ത് കരിനിഴൽ വീഴ്ത്തി. അയാൾ അസ്വസ്ഥനായി. ചിറ്റാർ CI മധുചന്ദ്രൻ ഓഫീസിലെത്തി. SI ജോർജ് ജേക്കബിനെയും ASI സാവന്തിനെയും അയാൾ മുറിയിലേക്ക് വിളിപ്പിച്ചു. അവനെ ഇങ്ങു കൊണ്ടുവാ, ആ കട്ടാരിപ്പാണ്ടിനെ, മധുചന്ദ്രൻ നിർദ്ദേശിച്ചു. സർ. സാവന്ത് വേഗം സെല്ലിനരികിലേക്ക് പോയി. മധുചന്ദ്രൻ ജോർജ് ജേക്കബിനെ നോക്കി. തനിക്കെന്തു തോന്നുന്നു ജേക്കബ്? അവന്മാർ എങ്ങനെയുള്ളവരാ? ഒട്ടും സംശയിക്കണ്ട സർ, അവർ കൊടും ക്രിമിനലുകൾ തന്നെ. മാത്രമല്ല കർണാടകയിലെ വമ്പൻ ടീമുമാണ്. മധുചന്ദ്രൻ അമർത്തിയൊന്നു മൂളി. ഏതായാലും SP സാറിന്റെ ഓർഡർ വരുന്നതുവരെ കാത്തിരിക്കാം. ബൈ ദ ബൈ, അവന്മാർ പറഞ്ഞ കാളിചരണിന്റെ വീട് തേടി നിങ്ങൾ പോയോ? ജോർജ് ജേക്കബ് ഒന്ന് പരിങ്ങി. ഇല്ല സർ, ഞങ്ങൾ പോകാൻ ഭാവിക്കുകയായിരുന്നു. എങ്കിൽ ഇനി ടൈം വേസ്റ്റാക്കണ്ട. സർ. ജോർജ് ജേക്കബ് പുറത്തേക്ക് പോയി. 2 പോലീസുകാരെയും കൂട്ടി അയാൾ ജീപ്പിൽ കയറി. അപ്പോൾ സാവന്ത് കട്ടാരിപ്പാണ്ടിനുമായി ക്യാബിനിലെത്തി. മധുചന്ദ്രൻ അയാളെ അടിമുടി ഒന്ന് നോക്കി. നിർഭയനായിരുന്നു കട്ടാരിപ്പാണ്ഡ്യൻ. ഇന്നലത്തേതിൽ നിന്ന് അയാൾക്ക് യാതൊരു മാറ്റവുമില്ലെന്ന് മധുചന്ദ്രൻ തിരിച്ചറിഞ്ഞു. കട്ടാരി. അയാളുടെ കണ്ണുകളിലേക്ക് നോക്കി CI വിളിച്ചു. അയാൾ അലക്ഷ്യഭാവത്തിൽ നിന്നതേയുള്ളൂ. തനിക്ക് ഞങ്ങൾ ഏറ്റവും ഒടുവിലത്തെ അവസരം തരികയാ. ശരിക്കും എന്താണുണ്ടായതെന്ന് പറയാൻ. കട്ടാരിപ്പാണ്ഡ്യൻ പുച്ഛത്തിൽ ചിരിച്ചു.
സാറ് കല്ലിൽ വെച്ച് അരച്ചാലും എനിക്ക് നേരത്തെ പറഞ്ഞതിൽ കവിഞ്ഞ് മറ്റൊന്നും പറയാനില്ല. ഇത് വെറും വാക്കല്ലെന്ന് മനസ്സിലാക്കാൻ സാറിന് ഒന്ന് ശ്രമിച്ചു നോക്കാം. അയാൾ ഇടം കൈയിലെ നഖം കൊണ്ട് പല്ലിനിട കുത്തി അഴുക്കെടുത്ത് തെറിപ്പിച്ചു കളഞ്ഞു. മധുചന്ദ്രൻ അണപ്പല്ലുകൾ ഞെരിച്ചു. കസേര പിന്നോട്ട് തള്ളി അയാൾ ചാടി എഴുന്നേറ്റു. നായിൻ്റെ മോനെ, ഞാൻ അറിഞ്ഞൊരെണ്ണം തന്നാൽ നീ ചോര ഛർദ്ദിച്ചേ ചാവത്തുള്ളൂ. കട്ടാരിപ്പാണ്ഡ്യൻ ആശ്ചര്യം നടിച്ചു. ഒത്തിരി പോലീസ് ഓഫീസർമാര് എന്നോടിങ്ങനെ പറഞ്ഞിട്ടുണ്ട് സാറേ. പക്ഷേ അവരൊക്കെ ചോര ഛർദ്ദിക്കാതാ ചത്തത്. ബാസ്റ്റാർഡ്. അയാളുടെ വർത്തമാനം പിന്നിൽ നിന്നിരുന്ന സാവന്തിന് പിടിച്ചില്ല. അയാൾ കൈവലിച്ച് പിന്നിൽ നിന്ന് ഒരടിയടിച്ചു. വല്ലാത്തൊരു ശബ്ദത്തോടെ കട്ടാരിപ്പാണ്ഡ്യൻ മേശയിലേക്ക് മൂക്കുകുത്തി. ASI വീണ്ടും അടിക്കാനഞ്ഞപ്പോൾ മധുചന്ദ്രൻ തടഞ്ഞു. സാവന്തേ, വേണ്ട. സോറി സർ. ഇവന്റെ ഭീഷണി കേട്ടപ്പം അയാൾ നിന്ന് കോപാവേശത്താൽ വിറച്ചു. തല്ലിക്കോ സാറേ. കട്ടാരിപ്പാണ്ഡ്യൻ മേശയിൽ കൈകുത്തി മെല്ലെ നിവർന്നു. പക്ഷേ ഓർക്കണം, സാറിന് ഭാര്യയും മക്കളുമൊക്കെ ഉണ്ടെന്ന്. സാവന്ത് CIയെ നോക്കി. കണ്ടില്ലേ സാറേ, ഈ പുന്നാരം മോൻ്റെ നെകളിപ്പ്. കൊടുത്തേക്കട്ടെ ഒന്നൂടെ. വേണ്ട. മധുചന്ദ്രൻ്റെ തീപിടിച്ച മുഖം കട്ടാരിപ്പാണ്ഡ്യൻ്റെ തൊട്ടുമുന്നിലേക്ക് നീണ്ടു. നിന്റെ വിധി ഞങ്ങൾ തീരുമാനിക്കാൻ പോവുകയാണ്. അയാൾ മുഖം തിരിച്ചതേയുള്ളൂ. കോളർ. തിമ്മക്കയെയും രുദ്രേഷ് ഗൗഡയെയും കൊണ്ട് പോലീസ് വാഹനവ്യൂഹം SP ഓഫീസിൻ്റെ ഗേറ്റ് കടന്ന് മുറ്റത്തേക്ക് കയറി. മുൻപിലെ ജീപ്പിലിരുന്ന മഹിപാൽ യാദവിൻ്റെ മുഖത്ത് പൊടുന്നനെ ഒരു ഭാവമാറ്റമുണ്ടായി. പോർച്ചിൽ ഒരു തൂവെള്ള ഇന്നോവ കാർ. മുകളിൽ നീല ബീക്കൺ ലൈറ്റ്. നമ്പർ പ്ലേറ്റിൽ നക്ഷത്രചിഹ്നം. IG-യുടെ കാർ. ജീപ്പിൽ നിന്ന് സംശയത്തോടെ മഹിപാൽ ഇറങ്ങി. അവരെ കൊണ്ടുവാ. DYSP ശേഷണ്ണയോട് പറഞ്ഞിട്ട് അയാൾ അകത്തേക്ക് നടന്നു. പാറാവുകാരൻ അറ്റൻഷനായി. IG സാർ എപ്പോൾ വന്നു? അയാളോട് തിരുക്കി. സർ, 5 മിനിറ്റ്. എന്നിട്ടെവിടെ? സാറിൻ്റെ ക്യാബിനിലുണ്ട്. മഹിപാൽ യാദവ് അങ്ങോട്ട് ചെന്നു. അവിടെയുണ്ടായിരുന്ന മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരുടെ മുഖത്തും ഉത്കണ്ഠ തിങ്ങിയ ഒരു ഭാവം കണ്ടു. SP ഹാഫ് ഡോർ പകുതി തുറന്ന് തൻ്റെ ക്യാബിനിലേക്ക് തല നീട്ടി. അവിടെ SPയുടെ ചെയറിൽ ഇരിപ്പുണ്ടായിരുന്നു IG അപ്പാജി റാവു. അദ്ദേഹം ആരോടോ ഫോണിൽ സംസാരിക്കുകയാണ്. കുഴപ്പമില്ലെന്നേ, ഒക്കെ ഞാൻ ഹാൻഡിൽ ചെയ്തോളാമെന്ന് പറഞ്ഞില്ലേ? പറഞ്ഞിട്ട് നോക്കിയത് മഹിപാൽ യാദവിൻ്റെ മുഖത്തേക്ക്. ഞാൻ അങ്ങോട്ട് വിളിക്കാം. പെട്ടെന്ന് അയാൾ ഫോൺ കട്ട് ചെയ്തു. അകത്തേക്ക് കയറിയ SP തൻ്റെ മേലുദ്യോഗസ്ഥന് സല്യൂട്ട് നൽകി. സർ. IG കനപ്പിച്ചൊന്നു മൂളി. നിങ്ങൾ എവിടെ പോയിരുന്നു? സർ, 2 ക്രിമിനലുകളെ കസ്റ്റഡിയിലെടുക്കാൻ പോയി. IG തലയിളക്കി. വെരി ഗുഡ്. എന്നിട്ട് അവരെവിടെ? അയാളുടെ നോട്ടം വാതിൽക്കലേക്ക് നീണ്ടു. ആ നിമിഷമാണ് ശേഷണ്ണ തിമ്മക്കയെയും രുദ്രേഷ് ഗൗഡയെയും അകത്തേക്ക് കൊണ്ടുവന്നത്. അപ്പാജി. തിമ്മക്ക സന്തോഷത്തോടെ വിളിച്ചു. എന്താ ഇവിടെ? ഇടയ്ക്കിടെ ഞങ്ങളിങ്ങനെ വിസിറ്റ് ചെയ്യാറുണ്ട് മാഡം. പിന്നെ കനിയിൽ നിറയെ പ്രശ്നങ്ങളാണല്ലോ. ആട്ടെ, മാഡം എന്താ ഇവിടെ? ഒരു ഫോൺ കോൾ മതിയായിരുന്നല്ലോ. ഞാൻ അങ്ങോട്ട് വന്നേനെയല്ലോ. അപ്പാജി റാവു ഭവ്യതയോടെ എഴുന്നേറ്റ് നിന്നു. IG-യുടെ സംസാരം കേട്ട് ഞെട്ടിപ്പോയത് മഹിപാൽ യാദവാണ്. അയാളെ തീർത്തും അവഗണിച്ചുകൊണ്ട് അപ്പാജി റാവു സംസാരിച്ചു. വാ, ഇരിക്കിൻ. തിമ്മക്ക ചുണ്ടു പിളർത്തി. അറസ്റ്റ് ചെയ്തുകൊണ്ട് വരുന്നവരെ നിങ്ങൾ സ്വീകരിച്ചിരുത്താറുണ്ടോ അപ്പാജി? തിമ്മക്ക കണ്ണിറക്കി. ഇത് ആസൂത്രിതമായ ഒരു നാടകമാണെന്ന് മഹിപാൽ യാദവിന് മനസ്സിലായി. അറസ്റ്റോ? നിങ്ങളെയോ? അയാൾ തിമ്മക്കയെയും രുദ്രേഷ് ഗൗഡയെയും മാറി മാറി നോക്കി. അതേന്നെ. അവർ ഇരുവരും കസേരയിൽ അമർന്നു. മഹിപാൽ യാദവ് ശരീരം മുഴുവൻ മുളകരച്ചു തേച്ചതുപോലെ പുകഞ്ഞു കത്തിനിന്നു. അപ്പാജി റാവു അയാൾക്ക് നേരെ തിരിഞ്ഞു. മിസ്റ്റർ മഹിപാൽ, നിങ്ങൾ പറഞ്ഞത് ഇവരുടെ കാര്യമാണോ? യെസ് സർ. സ്റ്റോപ്പ് ഇറ്റ്. മേശയിൽ ശക്തിയിൽ അടിച്ചുകൊണ്ട് അയാൾ കൈ ചൂണ്ടി. സർ. പക്ഷേ മഹിപാൽ സംസാരിക്കാൻ അയാൾ സമ്മതിച്ചില്ല. തിരിച്ചു കൊണ്ടുവിടണം. ഇങ്ങോട്ട് കൊണ്ടുവന്നതുപോലെ തന്നെ. ഇറ്റ്സ് മൈ ഓർഡർ. നിങ്ങളടക്കം എല്ലാവരും പോകണം. സർ. മഹിപാൽ സ്തബ്ധനായി. അങ്ങ് കാര്യമറിയാതെ. ഷട്ടപ്പ്. അപ്പാജി റാവുവിൻ്റെ കണ്ണുകൾ കത്തി. സമൂഹത്തിലെ മാന്യന്മാർക്കെതിരെ നടപടിക്ക് മുതിരും മുൻപ് താൻ എന്തുകൊണ്ട് എന്നോട് ആലോചിച്ചില്ല? തൻ്റെ അഭിമാനം ചോർന്നു പോകുന്നത് മഹിപാൽ യാദവ് പറഞ്ഞു. അയാൾക്ക് തിമ്മക്കയെയും രുദ്രേഷ് ഗൗഡയെയും ഫേസ് ചെയ്യാനായില്ല. നിങ്ങൾ പൊയ്ക്കോളൂ. ഇവൻ ചെയ്ത തെറ്റിന് ഞാൻ മാപ്പ് ചോദിക്കുന്നു. മഹിപാലിൻ്റെ ഞരമ്പുകൾ വലിഞ്ഞു മുറുകുകയാണ്. തിമ്മക്കയും രുദ്രേഷും എഴുന്നേറ്റു. താങ്ക്സ് അപ്പാജി. കൊണ്ടുവിടടോ ഇവരെ. SP-യോട് IG-യുടെ കൽപ്പന. വേണ്ട അപ്പാജി. തിമ്മക്ക തടഞ്ഞു. കൂടെ വന്നാൽ ഇവനെ തിരിച്ച് ജീവനോടെ മടക്കില്ല ഞങ്ങൾ. അവർ SP-യുടെ മുന്നിലേക്ക് നീങ്ങി. നിന്നെ ഒരിക്കലും മറക്കില്ല. കാരണം നിന്റെ ചങ്കൂറ്റം അപാരം. ഞങ്ങളെ അറസ്റ്റ് ചെയ്യാൻ കാണിച്ച ആ ധൈര്യമുണ്ടല്ലോ, അതണഞ്ഞു പോകാതെ നോക്കണം. അതിനെ അപ്രീഷിയേറ്റ് ചെയ്യാതെ തരമില്ല.
തീക്കൊള്ളി കൊണ്ട് തല ചൊറിയുന്നവനാ നീ. കടുപ്പത്തിൽ പറഞ്ഞിട്ട് തറയിൽ ആഞ്ഞു ചവിട്ടി ഇരുവരും പോയി. പുറത്ത് തിമ്മക്കയുടെ അസ്റ്റൺ മാർട്ടിൻ കാർ വന്നു നിന്നു. അതിൻ്റെ ഡ്രൈവിംഗ് സീറ്റിൽ വസന്തരാജായിരുന്നു. ഇരുവരും കയറി. ഒഴുകും പോലെ അത് ഗേറ്റ് കടന്നു. മുറിയിൽ തങ്ങൾ ഇരുവരും മാത്രമായപ്പോൾ മഹിപാൽ യാദവ് IG അപ്പാജി റാവുവിനോട് പറഞ്ഞു, സർ, സിനിമയിൽ അഭിനയിക്കണം, നല്ല കഴിവുണ്ട്. മഹിപാൽ, IG ശബ്ദമുയർത്തി. അതെ സർ. അയാളുടെ ഭാവം മാറി. പോലീസിൻ്റെ തലപ്പത്ത് നിങ്ങളെപ്പോലെയുള്ളവർ ഇരിക്കുന്നതാ ഈ സേനയുടെ ശാപം. എടാ നീ. അയാൾ കൈയൊങ്ങി. വേണ്ട സർ, ഞാൻ ആകെ നീറി നിൽക്കുകയാ. എന്നെ തൊട്ടാൽ ഞാൻ തിരിച്ചു തല്ലും. അത് സാറിന് താങ്ങാൻ പറ്റത്തില്ല. നക്ഷത്ര ചിഹ്നത്തിൻ്റെ വലുപ്പമൊക്കെ ഞാനങ്ങ് മറന്നുപോകും. അപ്പാജി റാവുവിൻ്റെ മുഖം കടലാസ് പോലെ വിളറി വെളുത്തു. നിനക്ക് ഞാൻ തരും, നോക്കിക്കോ. തരും മുൻപ് സാറ് 2 വട്ടം ചിന്തിച്ചാൽ നന്ന്. മഹിപാൽ വെട്ടിത്തിരിഞ്ഞു നടന്നു. ഈ പറഞ്ഞത് ആരെങ്കിലും കേട്ട് കാണുമോ എന്നായിരുന്നു IG-യുടെ പേടി. 5 ലൈറ്റ്സ്, 11 മണി. ഖനിയിൽ നിന്ന് ഉറ്റവരുടെ മൃതദേഹങ്ങൾ പുറത്തെടുക്കുന്നത് നോക്കി നിൽക്കുകയായിരുന്നു ജനങ്ങൾ. നാഗരാജൻ്റെയും ലങ്കേഷിൻ്റെയും വീടിന് മുന്നിലും വൻ ജനാവലിയായിരുന്നു. ഒരു ആംബുലൻസ് വന്ന് നാഗരാജൻ്റെ വീടിന് മുൻപിൽ നിന്നു. ജനം പെട്ടെന്ന് അവിടേക്ക് കൂടി. ആംബുലൻസിൻ്റെ പിൻവാതിൽ മലർക്കെ തുറക്കപ്പെട്ടു. കരഞ്ഞു കലങ്ങിയ ഒരു മുഖമാണ് ആദ്യം എല്ലാവരും കണ്ടത്. കാളിചരണിൻ്റെ. പെട്ടെന്ന് വീടിനുള്ളിൽ നിന്ന് അലമുറകൾ ഉയർന്നു. എൻ്റെ പൊന്നുമോളെ. പുറത്തേക്ക് ഓടിവരാൻ ഭാവിച്ച വനജിയെയും അപൂർവയെയും വിഷുജാലയെയും സ്ത്രീകൾ തടഞ്ഞു നിർത്തി. തിണ്ണയുടെ കോണിൽ ഒരു മരപ്പാവ് കണക്കെ നാഗരാജനുണ്ടായിരുന്നു. അയാളുടെ കണ്ണുകൾ പോലും ചലിച്ചില്ല. കാളിചരണും മണിക്കുട്ടനും ആംബുലൻസിൽ നിന്ന് ഇറങ്ങി. തോളിൽ കിടന്നിരുന്ന തോർത്തുയർത്തി കാളി തുടരെ കണ്ണുകളൊപ്പി. കരച്ചിലടക്കാൻ കഴിയാതെ തോർത്തിൽ കടിച്ചു പിടിച്ചു. കനകസഭാവതിയും ഇമ്പദോസും ധനരാജും പഴനിവേലുമൊക്കെ ആംബുലൻസിലേക്ക് കയറി. കാളി തിരിഞ്ഞ് അവരോട് പറഞ്ഞു, വസന്തി ചേച്ചിയും കുഞ്ഞുങ്ങളെയും കൂടി ഇവിടെ തന്നെ ഇറക്കി വയ്ക്കണം. അവിടെ കൊണ്ടുവച്ചാൽ ആരാണുള്ളത്? അവർ ആദ്യം ആശയുടെയും പിന്നാലെ ബസന്തിയുടെയും കുഞ്ഞുങ്ങളുടെയും വെള്ളപുതച്ച നിശ്ചല ശരീരങ്ങൾ നാഗരാജൻ്റെ തിണ്ണയിൽ ഇറക്കിക്കിടത്തി. അപ്പോഴും നാഗരാജൻ തിരിഞ്ഞു നോക്കിയില്ല. മക്കളെ. അകത്തുനിന്ന് വനജ ഭ്രാന്തിയെപ്പോലെ ഓടിയെത്തി. ആശയുടെ ശരീരത്തിലേക്ക് വീണ് അവളെ കെട്ടിപ്പിടിച്ചു. കണ്ടു നിന്നിരുന്ന സ്ത്രീകളും ഉച്ചത്തിൽ വിലപിച്ചു. എല്ലാവരെയും അവസാനമായി കാണാൻ ആളുകൾ പിന്നെയും തിങ്ങിക്കൂടി. വിഷുജാലയും അപൂർവയും വീഴും പോലെ മൃതദേഹങ്ങൾക്കരിയിലേക്ക് ഊർന്നു. ജനങ്ങൾ തള്ളി വന്നുകൊണ്ടിരുന്നു. മൃതശരീരങ്ങൾക്കരികിലായി കാളിചരൺ തിണ്ണയിലിരുന്നു. തൊട്ടടുത്ത് മണിക്കുട്ടനും. പെട്ടെന്ന് റോഡിൽ ഒരു കാർ വന്നു നിന്നു. ആളുകളിൽ പൊടുന്നനെ പിറുപിറുക്കലുണ്ടായി. കാളി മുഖമുയർത്തി. ആളുകൾ ഇരുവശത്തേക്കും മാറുന്നതാണ് അവൻ കണ്ടത്. കാളിചരണിൻ്റെ നെറ്റി ചുളിഞ്ഞു. മണിക്കുട്ടൻ അവനെയൊന്നു തോണ്ടി. ആളുകൾക്ക് നടുവിലൂടെ ചുവന്ന റോസാപ്പൂവിൻ്റെ ഒരു റീത്തുമായി വരുന്ന തിമ്മക്ക. ജനം നിശബ്ദരായി. തിമ്മക്ക തിണ്ണയ്ക്കടുത്തെത്തി. 4 ജഡങ്ങളിലേക്കും സഹതാപത്തോടെ നോക്കുന്നതായി ഭാവിച്ചു. പിന്നെ പതിയെ മുഖം തിരിച്ച് കാളിചരണിനെ കണ്ടു. അവരുടെ ഉള്ളിലുണ്ടായ പുഞ്ചിരി പുറത്തേക്കും പ്രതിഫലിച്ചു. പുച്ഛത്തോടെ അവർ ആശയുടെ ശരീരത്തിലേക്ക് റീത്ത് വയ്ക്കാനാഞ്ഞു. പെട്ടെന്ന് കാളി കുതിച്ചെണീറ്റു, റീത്ത് തട്ടിക്കളയാൻ. എന്നാൽ അതിനു മുൻപേ മറ്റൊന്ന് സംഭവിച്ചു. തറയിൽ നിന്ന് മുളച്ചു വന്നതുപോലെ കടുവയുടെ വരകളുള്ള ഒരു പട്ടി മുന്നിൽ. അത് ഒറ്റക്കുതിപ്പിന് തിമ്മക്കയുടെ കയ്യിൽ നിന്ന് റീത്ത് റാഞ്ചിയെടുത്തു. റോസാദളങ്ങൾ ചിതറി. അയ്യോ! ഭയന്നു വിറച്ച തിമ്മക്ക പിന്നോട്ട് വേച്ചു. ചീറ്റ! കാളിചരണിൻ്റെയും മണിക്കുട്ടൻ്റെയും കണ്ടത്തിൽ ഒരു ശബ്ദം പിടഞ്ഞു വീണ അമർന്നു. അടുത്ത ഭാഗം നാളെ.